ഒരു വെടിയുണ്ട വന്നിട്ട് എന്റെ തലയിലിരുന്ന് ഹെൽമെറ്റിലിട്ട് വന്നിട്ട് സ്ലിപ്പായി അങ്ങ് പോയി. ടിന്നൻ സൗണ്ട് കേട്ട് ഇങ്ങനെ സ്ലിപ്പായി പോയി. ഞാൻ കുറച്ചു നേരത്തേക്ക് അവിടെ ഇങ്ങനെ മരവിച്ചിരുന്നു. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഛത്തീസ്ഗഡിൽ നിന്നും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശശിയങ്കിളാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശശി കെ വി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പറഞ്ഞതുപോലെ കെ വി ശശി. ഞാൻ കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റില് കൂത്രപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു. കോട്ടയത്തില് കറുകച്ചാൽ വില്ലേജ് ഉണ്ട്. കറുകച്ചാൽ വില്ലേജ് തന്നെ കൂത്രപ്പള്ളി കര എന്ന് പറയും. അവിടെയാണ് ജനിച്ചതും. ഒരു 17.5 വയസ്സ് വരെ ഞാൻ വളർന്നതൊക്കെയും അവിടെ തന്നെയായിരുന്നു. എൻ്റെ മാതാപിതാക്കള്, അതായത് പേരുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവും ശശി എന്ന് കേൾക്കുമ്പോൾ ഹിന്ദു ആണെന്നുള്ള കാര്യം. അപ്പം ഞങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിലെ വിശ്വകർമ്മ ഫാമിലിയില് ജനിച്ചു വളർന്നതാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ആരും ഒരു റിലീജിയസ് ഒന്നുമല്ലായിരുന്നു. സന്ധ്യയാകുമ്പോൾ പിന്നെ എല്ലാ വീടുകളിലും ഇതുപോലെ നിലവിളക്ക് കത്തിച്ച് വെച്ച് ഒരു നാമം ജപിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അത് ഞങ്ങൾ പിള്ളേരൊക്കെ പോയിരുന്ന് ഇങ്ങനെ പാടുമെന്നുള്ള എൻ്റെ അമ്മയും അപ്പനും ഒരിക്കൽ പോലും അതിനൊന്നും വന്നിട്ടില്ല. എന്നെ അമ്മയെ ഞാൻ ഒരിക്കൽ പോലും ഒരു അമ്പലത്തിൽ പോകുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം. അങ്ങനെ വളർന്നു. എൻ്റെ പിതാവ് നല്ല ഒരു ബുദ്ധിയുള്ള ഒരു ആർക്കിടെക്ട് എന്ന് വേണേൽ പറയാം. പക്ഷെ ഡിഗ്രി ഒന്നുമില്ലായിരുന്നു. വിശ്വകർമ്മകൾക്ക് ഉള്ള പിന്നെ ഈ വീട് പണി, അപ്പൊ അതിൻ്റെ വീടിൻ്റെ കംപ്ലീറ്റ് പണികൾ കണക്ക് കൂട്ടി കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ വരച്ച് അത് കൃത്യമായിട്ട് ചെയ്യുന്ന പുള്ളി എല്ലാവരും വിളിക്കുന്ന പ്രമാണി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു പ്രമാണിയുടെ കുടുംബത്തെ ഒരു മകനായിട്ടാണ് ഞാനും ജനിച്ചു വളർന്നത്. അപ്പൊ ആ ഒരു അനുഭവം, ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും ചെറുപ്പം മുതലേ തന്നെ എൻ്റെ പിതാവിൻ്റെ കൂടെ ഒത്തിരി ആളുകൾ പണിക്കാരുണ്ട്. അവരുടെ കൂടെ ഞാനും ഇങ്ങനെ പണിക്ക് പോവുകയും സ്കൂളിൽ പഠിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പണിയായിരുന്നു അത്. പക്ഷെ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഈ പണി മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഞങ്ങൾ 6 മക്കളുണ്ട്. 4 ആൺമക്കളും 2 പെൺമക്കളുണ്ട്. പക്ഷെ മറ്റാളുള്ളവർക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അവരോട് പുള്ളി അങ്ങനെ വലിയ കർക്കശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ വേണ്ടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചു. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഹൈ സെക്കൻഡ് ക്ലാസ്, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിരളമായിട്ട് 1-2 പേർക്കൊക്കെയാണ് കിട്ടുന്നത്. ഹൈ സെക്കൻഡ് ക്ലാസ് മേടിച്ച് ഞാൻ 10ാം ക്ലാസ് പാസ്സായി. എനിക്ക് 57% ഉണ്ടായിരുന്നു. അപ്പം 10ാം ക്ലാസ് SSLC എന്ന് പറയും. അപ്പൊ ഞാൻ എന്നിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് ITA പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ നിന്റെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പനോട് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സൈക്കിൾ കടക്കാരനാണ്. അപ്പൊ പുള്ളിക്കാരൻ അവിടുത്തെ ഞങ്ങളുടെ IT ഏറ്റുമാൻ, കോട്ടയത്ത് ഏറ്റുമാൻ ITയില് ഒരു ഇൻസ്ട്രക്ടറുടെ അളിയനാണ് ഈ സൈക്കിൾ കടക്കാരൻ. അപ്പൊ അങ്ങേര് പറഞ്ഞാൽ അന്ന് റെക്കമെൻഡേഷൻ ഇല്ല, IT കിട്ടത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ആയിരുന്നത്. ഇതെന്നാ 69 കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാന് ഇതപ്പൊ അപ്പനോട് പറഞ്ഞപ്പോ എൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല, നിനക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം പുള്ളി വിചാരിക്കുന്നത് ഇവന്റെ പഠിത്തം മുടങ്ങണം, ഇവൻ എൻ്റെ കൂടെ പണിക്ക് വരും.
അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഫാദറുമായിട്ടൊരു ചെറിയൊരു തെന്നലായി. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെന്ന് ഒരു ഐ ടി കോളേജിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കിട്ടത്തില്ല, ആരെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിരാശനായി തിരിച്ചു വന്നു. പിന്നെ ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ പോയി അവിടെ ചേരാനുണ്ട്. അവിടെ ചെന്ന് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എന്നോട് പലരും പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നും കിട്ടത്തില്ലടോ എന്ന് പറഞ്ഞു. എന്നാലും അവിടെ ഞങ്ങളുടെ SB കോളേജിലെ ഒരു അസിസ്റ്റന്റ് പ്രിൻസിപ്പാളിന്റെ പെങ്ങടെ മകൻ എൻ്റെ കൂടെ പഠിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അഡ്മിഷന്. അപ്പൊ അവിടെ ചെന്നപ്പം അവന്റെ മാർക്ക് നോക്കിയപ്പം പറഞ്ഞടാ നിനക്ക് സെക്കൻഡ് ഗ്രൂപ്പ് തരാൻ പറ്റത്തില്ലടാ, നിനക്ക് ഫോർത്ത് ഗ്രൂപ്പ് തരാമെന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഏറ്റവും കുറഞ്ഞ ഗ്രൂപ്പാണ്, താഴ്ന്ന ഗ്രൂപ്പ്. നിനക്ക് സെക്കൻഡ് ഗ്രൂപ്പ് തരാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പ്രീ ഡിഗ്രിയിൽ ഞാൻ ജോയിൻ ഒക്കെ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ ആ സമയത്ത് CRPയിൽ ചേർന്നിട്ടുണ്ട്, CRPF. അപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ പിന്നെ അങ്ങോട്ട് പോരെ, നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി അവരുടെ ജോലിയൊക്കെ CRPയിൽ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനും വിചാരിച്ചു ശരിയാ, പഠിച്ചു കഴിഞ്ഞാലും ജോലിയാ വേണ്ടിയത്. അപ്പൊ പഠിത്തം തീരുന്നതിന് പേര് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ശരി ഞാനും വരാമെന്ന്. അപ്പൊ എനിക്ക് 17.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ കൂട്ടുകാരൻ പോയ കൂട്ടത്തില് എന്നെയും കൊണ്ടുപോയി ട്രെയിനിൽ ജമ്മു കാശ്മീരിലേക്ക് പോകുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു, നിനക്ക് നാട്ടിൽ വലിയ പ്രേമമൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞു അതെങ്ങനാ? അല്ല, നിനക്ക് അവിടെ ഒരു പെണ്ണുമായിട്ട് വലിയ പ്രേമമാണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് നിന്നെ ഇവിടുന്ന് നാട് കടത്തുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചപ്പം ഇപ്പൊ എന്റെ ഭാര്യ ഇരിക്കുന്ന ആള് തന്നെയാ കേട്ടോ. പുള്ളിക്കാരത്തി സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ ഓപ്പോസിറ്റ് കോളേജിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ വഴിക്ക് വെച്ച് കാണും, സംസാരിക്കും. അതിലൊക്കെ തുടർ വലിയ ദൂരം ഒന്നുള്ളവരല്ല. അപ്പൊ ഇത് നാട്ടുകാർ പറഞ്ഞപ്പം ഇത് ഇവര് തമ്മിൽ വലിയ പ്രേമമാണ്, അതുകൊണ്ട് ഇവനെ ഇവിടെ നാട് കടത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛന്റെ വഴിക്ക് നിൽക്കുന്നുമില്ല. അപ്പൊ പുള്ളിക്കാരനും വിചാരിച്ചു എന്റെ വഴിക്ക് വരുന്നതിന് ഇപ്പം പോട്ട് വിടുന്നു. അങ്ങനെ ഞാൻ ജമ്മു കാശ്മീരിലെത്തി. അവിടെ ചെന്നപ്പം 70-ലായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അപ്പൊ എന്നെ അവിടെ റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്ന് നോക്കിയപ്പോ എനിക്ക് 17.5 വയസ്സേ ഉള്ളൂ. 6 മാസം കൂടെ തികയണം, 18 വയസ്സായെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 6 മാസം ഇവിടെ ഇങ്ങനെ ടൈം പാസ് ചെയ്യണമെന്ന് പറഞ്ഞ ആ സമയത്ത് പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിന്റെ ഒരു ആരംഭമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിന്റെ മേളിൽ കൂടെ ഈ പ്ലെയിൻ ഇങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് പറന്നു വരികയും, അപ്പൊ ജനങ്ങളെല്ലാവരും പട്ടാളക്കാരെല്ലാം ഓടി അവിടെ എവിടെയും കുഴികളിലും അവിടെയൊക്കെ ബങ്കർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്തെല്ലാം കയറി ഒളിക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പം എന്റെ സഹോദരൻ പറഞ്ഞു ഇവനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഇവനെ ഇവിടുന്ന് അയക്കാമെന്നില്ല. അങ്ങനെ എന്നെ രാജസ്ഥാനിലേക്ക് അയച്ചു. അങ്ങനെ ഞാൻ രാജസ്ഥാനിൽ വന്നു. അവിടെ 3-4 പിള്ളേർ ഇതുപോലെ എന്നെ പോലെ തന്നെ CRP ചേരാൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 18 വയസ്സും കഴിഞ്ഞ് 16 ദിവസമായപ്പം അവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ റിക്രൂട്ട്മെന്റിന് പോയി. അപ്പം ആ കൂട്ടത്തിൽ 4 പേരുള്ളായിരുന്നു റിക്രൂട്ട്മെന്റിന്. അതിനകത്ത് ഏറ്റവും ഫിറ്റ് ആയിരുന്നു ഞാൻ ഫിസിക്കലായിട്ട്. അപ്പോ അവിടെയും ഈ പിന്നെ എന്താ പറയുന്ന നമ്മുടെ വേറുകൃത്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ റിക്രൂട്ട്മെന്റ് ചെയ്ത ഓഫീസർ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ഇവൻ കേരളക്കാരനാ, ഇവനെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു അസിസ്റ്റന്റ് കമാൻഡന്റ് അവിടെ വന്നിട്ട് പറഞ്ഞു അതിപ്പം ഏത് സ്റ്റേറ്റുകാരനാണെങ്കിലും എന്തോ ഫിറ്റ് ആണെങ്കിൽ അവനെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വഴക്കുണ്ടായി. പിന്നെ അവസാനം ഏതായാലും എന്നെ എടുത്തു. അങ്ങനെ ഞാൻ CRPയിൽ ചേർന്ന് ട്രെയിനിങ് ഒക്കെ ചെയ്ത് അവിടുന്ന് പിന്നെ അപ്പൊ ട്രെയിനിങ് പീരീഡില് ഞാൻ ഏറ്റവും ബെസ്റ്റ് കേഡറ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ആത്മപ്രശംസ ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിന് അനുഭവമാണ് പറയുന്നത്. ഞാൻ ഏറ്റവും ബെസ്റ്റ് കേഡറ്റ് ആയിരുന്നു. പറഞ്ഞാൽ ലൈറ്റ് മെഷീൻ ഗണ്ണൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് ഞാൻ മറ്റുള്ളവരെയൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആയിരുന്നു. അപ്പം ആരെങ്കിലും ഓഫീസേഴ്സ് ഒക്കെ ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ എന്നെയാണ് ഫ്രണ്ടിൽ കൊണ്ടൊക്കെ നിർത്തുന്നത് അവന്റെ ആ ഹാൻഡിലിങ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഒരു DIG അവിടെ ഇൻസ്ട്രക്ഷൻ വന്നു. അപ്പൊ എൻ്റെ ഈ ഹാൻഡിലിങ്ങും ഇതൊക്കെ കണ്ട് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് ഇവനെ ട്രെയിനിങ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവനെ പ്രൊമോട്ട് ചെയ്ത് ചെന്നൈയിലുള്ള ആവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അയക്കണം. അവിടെ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്, അവിടെ ഇവനെ ഇൻസ്ട്രക്ടറായിട്ട് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. സാധാരണ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൊമോഷൻ 3 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പൊ എനിക്ക് പ്രൊമോഷൻ ആവും അപ്പം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ സന്തോഷിച്ചിരുന്നു. പക്ഷെ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബംഗാളി,
ആ ബംഗാളി അവിടുത്തെ അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ മരുമകനായിരുന്നു. അപ്പൊ എന്റെ പേരിന്റെ സ്ഥാനത്ത് ഇവനെ നോമിനേറ്റ് ചെയ്ത് അവനെ പ്രൊമോട്ട് ചെയ്ത് അവനെ ചെന്നൈയിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഭയങ്കര നിരാശയുണ്ടായി. വാസ്തവത്തില് ഞാൻ സന്തോഷിച്ചിരുന്നതാണ്. എന്റെ നിരാശയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ നാഗാലാൻഡിലെ പോയി. അപ്പൊ നാഗാലാൻഡ്, മണിപ്പൂർ 2 സ്റ്റേറ്റ് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. മണിപ്പൂർ വഴി കയറി നാഗാലാൻഡിൽ പോകും. അങ്ങനെ അവിടെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ അവിടെ ഈ നാഗാ ഹോസ്റ്റൈൽസിന്റെ ഭയങ്കര ശല്യമുള്ള സമയമായിരുന്നു. നാഗാ ഹോസ്റ്റൈൽസ്. അപ്പം എന്നും ഞങ്ങൾക്ക് റോഡ് ക്ലിയറിങ്ങിന് പോകണം. വണ്ടിയിൽ ഇങ്ങനെ റോഡ് ക്ലിയറിങ്ങിന് പോകുമ്പം വഴി സൈഡിലൊക്കെ ഇവർ ഈ അംബുഷ് വെച്ചിട്ട് വെടിവെക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഒരു ദിവസം ഞങ്ങളൊരു 3 വണ്ടിയിൽ ആളുകൾ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ഫയറിങ് സൗണ്ട് കേട്ടു. ഫയറിങ് സൗണ്ട് കേട്ട അപ്പൊ തന്നെ എല്ലാവരും വണ്ടി നിർത്തി ഓടി ചാടി അവരുടെ പൊസിഷനിൽ ആയിക്കോണം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ചാടി അവിടെ ഇവിടെയും പൊസിഷനിൽ. അപ്പൊ ഞാനിങ്ങനെ താഴെ ഒരു കുഴിയിലോട്ട് ഇറങ്ങി ഇന്ന് അവിടെ ആ കുഴിയിൽ ഇറങ്ങി ഇങ്ങനെ തോക്കും ഇങ്ങനെ മേലോട്ട് ചൂണ്ടി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പം ഫയറിങ് നടക്കുന്നുണ്ട് 1ഉം 2ഉം. അപ്പൊ ഒരു വെടിയുണ്ട വന്നിട്ട് എന്റെ തലയിലിരുന്ന് ഹെൽമെറ്റിലിട്ട് വന്നിട്ട് സ്ലിപ്പായി അങ്ങ് പോയി. ടിന്നൻ സൗണ്ട് കേട്ട് ഇങ്ങനെ സ്ലിപ്പായി പോയി. ഞാൻ കുറച്ചു നേരത്തേക്ക് അവിടെ ഇങ്ങനെ മരവിച്ചിരുന്നു. ഏതായാലും എനിക്കൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ശാന്തമായപ്പോൾ എഴുന്നേറ്റ് മേളിൽ കയറി വന്ന് നോക്കിയപ്പം എല്ലാവരും അവിടെ ഇവിടെയും പൊസിഷനിലാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ആരെങ്കിലും വെടി കൊണ്ടിട്ടുണ്ടോ. അപ്പൊ ഞങ്ങളുടെ കൂടെ 2 മലയാളികളുണ്ടായിരുന്നു വേറെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളികളാണെങ്കിൽ മലയാളത്തിൽ കരയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പതുക്കെ എഴിഞ്ഞെഴിഞ്ഞ് പോയി നോക്കിയപ്പം സത്യമായിട്ട് ഒരാളിരുന്ന് കരയുന്നു. അമ്മ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ അവൻ ആ വണ്ടിയെ തന്നെ ഇരിക്കുകയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു. ഒരു തോക്കും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവനെ കണ്ട് അവന്റെ നെഞ്ച് മുഴുവൻ ഇങ്ങനെ രക്തം ഒലിക്കുന്നു. ഞാൻ പെട്ടെന്ന് ചാടി വണ്ടിയെ കയറി അവനെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പം അവൻ പറഞ്ഞു, അയ്യോ എന്നെ ഒരാൾ എടുക്കരുത്, എന്നെ ഒരാൾ എടുക്കുക. അപ്പം നോക്കിയപ്പോ ഇവന്റെ വെടിയുണ്ട കയറിയിട്ട് ഒരു 7 വെടിയുണ്ട കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുറകിൽ കൂടെ ഈ വെടിയുണ്ട സാധാരണ ഫ്രണ്ടിൽ കൂടെ കയറുമ്പോൾ ഒരു ചെറിയ കിഴുത്ത, പക്ഷെ അത് ഇറങ്ങുമ്പോൾ ഇങ്ങനെ തുരന്ന് ഇറങ്ങും. അപ്പൊ അവന്റെ പുറം മുഴുവൻ അങ്ങ് തുരന്നു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി. അപ്പം അപ്പോഴത്തെ വെടിയോ ഒക്കെ നിന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവന് പിന്നെ ഇവിടുന്ന് വണ്ടി തിരിച്ച് ഇവനെ കൊണ്ടുവന്ന് ഇവരെ 5 പേര്, അന്ന് 5 പേര് അവിടെ ഉണ്ടായിരുന്നു. 2 പേര് മരിച്ചുപോയി. വേറെ 3 പേർക്ക് വെടിയേറ്റു. എല്ലാവരെയും കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി ഞങ്ങളെ ക്യാമ്പിൽ കൊണ്ടുവന്ന് അവരെ ഹോസ്പിറ്റലാക്കി. ഈ 2 പേര് മരിച്ചും പോയി. അത് അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീരത കാണിക്കുന്നവർക്ക് ഓൺ ദ സ്പോട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പൊ എന്റെ പേര് അതിനകത്ത് നോമിനേറ്റ് ചെയ്തതാണ്. കാരണം ഞാൻ പേടിച്ച് പോകാതെ ഇതിനകത്ത് എല്ലാത്തിനും പല ആളുകളും അവിടെ എവിടെയും കുഴിയിലും ഒക്കെ കയറി പമ്മി ഇരുന്നിട്ട് അവസാനം ഞങ്ങൾ അവരെ പിടിച്ചോണ്ട് വന്നാൽ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ വീരഗ്രഹം ഇതുപോലെ തന്നെ കാണിച്ചപ്പെട്ടും എന്നിട്ടും അവിടെ വന്നപ്പോഴും എന്റെ പേര് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം കേരളക്കാരൻ എന്നുള്ള ഒരു പ്രത്യേകത. അപ്പൊ മംഗൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മംഗൾ സർക്കി എന്ന് പറഞ്ഞൊരു UP കാരനെ വണ്ടിയുടെ അടിയിൽ ട്രെയിനിന്റെ ഈ ടയറിന്റെ കീഴെ ഒളിച്ചിരുന്നവനെ അവന് പ്രൊമോഷൻ കിട്ടി. ഞാൻ ഈ തോക്കെടുത്ത് പ്രിയ ഇവരുടെ കൂടെ നടന്ന എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊന്നുകൂടെ നിരാശയായി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഈ CRPയിൽ സർവീസ് ചെയ്യത്തില്ല, എനിക്ക് വേണ്ട, എനിക്ക് പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് 4 വർഷമായിട്ടുള്ളൂ സർവീസായിട്ട്. അപ്പൊ ഞാൻ ഒരു അപേക്ഷ എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞില്ല, ഡിസ്ചാർജ് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ ഇങ്ങനെ ജോലി ചെയ്ത് ഞാൻ ഓഫീസിൽ എനിക്ക് ജോലി കിട്ടി. കാരണം ഞാനൊരു പിന്നെ അന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അന്ന് 7ാം ക്ലാസ്സാണ് CRPയുടെ റിക്രൂട്ട്മെന്റ് ക്വാളിഫിക്കേഷൻ. ഞാൻ അവരെക്കാളൊക്കെ കൂടുതൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നവനാണ് ഞാൻ. അപ്പൊ എനിക്ക് അക്കൗണ്ട് സെക്ഷനിൽ ജോലിയായി. ഞാൻ അക്കൗണ്ടിൽ വരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് താല്പര്യമില്ലാതായി. ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, എനിക്കിവിടെ ജോലി ചെയ്യാൻ ആഗ്രഹമില്ല, ഞാൻ നാട്ടിൽ വന്ന് അച്ഛൻ്റെ കൂടെ പണിക്കൊക്കെ പോകണം, ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അപ്പനെ ഒരു അപേക്ഷ എഴുതി ഇങ്ങോട്ട് അയക്കണം, എനിക്ക് ശാരീരിക സുഖമില്ലാത്ത ആളാണ്, അതുകൊണ്ട് എൻ്റെ മകനെ എനിക്കിവിടെ എന്നെ നോക്കാൻ ആളില്ല, എൻ്റെ മൂത്ത മകനും CRPFിലാണ്, അതുകൊണ്ട് എൻ്റെ ഇളയ മകനെ എനിക്ക് വേണം, അവനെ വിട്ടു തരണമെന്ന് അപേക്ഷ അയക്കാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഫാദർ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഒരു അപേക്ഷ ടൈപ്പ് ചെയ്ത് പിന്നെ നാട്ടിലേക്ക് അയച്ചിട്ട് വേറൊരാളുടെ പേരിൽ വേറൊരാൾക്ക് അയച്ചു. അവനോട് പറഞ്ഞ് ഇതിങ്ങോട്ട് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അവൻ അവിടെ നിന്ന് അതിങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കമാൻഡന്റെ കിട്ടി. കമാൻഡന്റ് എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ
അപേക്ഷ ഇവിടുത്തെ ഓഫീസിലെ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാ, അത് സി എന്നുള്ള ഒരു ലെറ്റർ ക്ലിയർ അല്ല. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ സാറേ, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് അയച്ചതാ, അവര് പിന്നെ ഒപ്പിട്ടത് ഇങ്ങോട്ട് അയച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. ഏതായാലും കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്നെ വിടാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ 1-2 വർഷങ്ങളൊക്കെ പോയി. അപ്പം നമ്മുടെ ഒരു മലയാളി കോഴിക്കോടുകാരനൊരു അസിസ്റ്റന്റ് കമാൻഡന്റ് വന്നു. ഞാൻ അങ്ങയുടെ പേര് മറന്നു ഈ വാസ്തവത്തിൽ. അങ്ങയുടെ ഓഫീസിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഈ ഓഫീസർ കയറി വന്നപ്പം ലൈറ്റ് ഓൺ ആയിരുന്നു. വാസ്തവത്തിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുപോലെ പിന്നെ അപ്പൊ അങ്ങനോട് ചോദിച്ചു, എന്താണ് ലൈറ്റ് ഓൺ ആയിരിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ, അത് സ്വിച്ച് ഓൺ ആയതുകൊണ്ട് ലൈറ്റ് ഓൺ ആയിരിക്കുന്നു പറഞ്ഞു. അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. തമാശ പറയുന്നുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തമാശയല്ല, ഞാൻ കാര്യമല്ലേ പറയുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ മലയാളത്തിൽ തെറി വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ എന്നെ തെറി വിളിക്കരുതെന്ന് പറഞ്ഞു. ആയതാണ് തെറി വിളിച്ച? ഞാൻ പറഞ്ഞാൽ ഇനി വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നാമതേ ഇത് കളഞ്ഞിട്ട് പോകാനുള്ള താല്പര്യത്തിൽ ഇരിക്കുക. അപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഇവരങ്ങ് ഡിസ്മിസ് ചെയ്യും. ഡിസ്മിസ് ചെയ്താൽ വിചാരിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാണിയാൽ എനിക്ക് റിട്ടയർമെന്റ് ഒന്നും ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം കൂടുതൽ പ്രായമാകുന്നതിന് മുമ്പ് എനിക്ക് കളഞ്ഞിട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ പുള്ളിക്കാരൻ ഉടനെ തന്നെ ഓടിച്ചെന്ന് കമാൻഡിനോട് പറഞ്ഞു, ഇവന്റെ ആപ്ലിക്കേഷൻ ഇവന് ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഒരാഴ്ചക്കകം എന്റെ ഡിസ്ചാർജ് അവർ ഓക്കെ ചെയ്ത് അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോഴും എന്റെ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ ഓട്ടോയിൽ എഞ്ചിനീയറിംഗിൽ ചേർന്ന് അപ്പം എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് പണിക്ക് പോയാൽ പൈസ കിട്ടും. ഓട്ടോയിൽ ഫീസ് കൊടുക്കാനാണേലും വണ്ടിക്കൂലിക്കാണേലും ആഴ്ച 2 ദിവസം പോയാലും മതിയല്ലോ, അങ്ങനെയുള്ള ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അന്ന് CRP കിട്ടുന്ന ശമ്പളം എത്രയാ? 390 രൂപയാ കിട്ടുന്നത്. 390 രൂപ കിട്ടും. അതിനകത്ത് 120 രൂപ ഞങ്ങളുടെ റേഷൻ പണിയും കിട്ടും. അപ്പൊ വലിയ ശമ്പളം ഒന്നുമില്ല അന്ന്. പക്ഷെ അന്നത്തെ സ്ഥിതി അതനുസരിച്ചതാണ്. അന്ന് പിന്നെ നാട്ടിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ നാട്ടിലൊരു കാർപ്പൻറ്റർക്ക് കിട്ടുന്നത് 10 രൂപയുള്ളൂ. അന്ന് 10 രൂപ, മാക്സിമം 15 രൂപ. എന്നാലും എനിക്കൊരു 7 രൂപ 8 രൂപ കിട്ടുമായിരുന്നു. അങ്ങനെ എനിക്ക് ജോലി ചെയ്ത് പഠിക്കാന്നുള്ള ധൈര്യം തന്നെ വന്ന് ഞാൻ തിരിച്ചു വന്ന് നാട്ടിൽ വന്ന് ഇങ്ങനെ പിന്നെ വീണ്ടും ഓട്ടോ എഞ്ചിനീയറിങ്ങിന് 3 വർഷത്തെ കോഴ്സാണ്. 2 വർഷവും പിന്നെ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ്. അങ്ങനെ 3 വർഷത്തെ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിനകത്ത് ചേർന്ന് അവിടെ പഠനം തുടങ്ങിയപ്പോൾ ഈ സമയത്തൊക്കെ ഞാനൊരു ഭയങ്കര നിരീശ്വരവാദിയായിരുന്നു. ആദ്യം മുതലേ നിരീശ്വരവാദിയായിരുന്നു. അപ്പൊ ഈ സമയങ്ങളിൽ കുറച്ചുകൂടെ നിരീശ്വരവാദം കൂടി എന്ന് പറഞ്ഞാൽ A.T. കോവൂറ്, ഇടമറുകെ, O. വിജയൻ, ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ പുസ്തകങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അപ്പൊ ഞാൻ ഇവരുടെ പുസ്തകങ്ങളൊക്കെ എപ്പോഴും വായിക്കുമ്പോൾ ഇതിനകത്ത് ദൈവം ഇല്ല എന്നുള്ളതും യേശുക്രിസ്തു വേശ്യയുടെ പുത്രനാണ്, ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ A.T. കോവൂറൊക്കെ എടുത്ത് പറയുമായിരുന്നു. കൃഷ്ണനും ക്രിസ്തു ഒന്ന് എന്നൊക്കെ പറഞ്ഞ് A.T. കോവൂർ, ഇടമറുകിന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ച് വളരെ ഇംപ്രഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പം കുറേ കൂട്ടുകാരുണ്ട്. ഈ കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പം ഒരു ദിവസം പിന്നെ ഈ ശബരിമലയ്ക്ക് പോകുന്ന ഒരു സീസണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം 2-3 പേര് ശബരിമല വഴി കൂടി ഇങ്ങനെ ശരണയ്യപ്പ വിളിച്ചിങ്ങനെ പോവുക, തലയിൽ കെട്ടുമൊക്കെ കെട്ടി. അപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നമുക്കൊന്ന് മലയ്ക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ശബരിമലയ്ക്ക് പോകാന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വ്രതമൊന്നും ഇല്ലാതെ മലയ്ക്ക് പോകുന്നത്? എങ്ങനെ 40 ദിവസത്തെ വ്രതം എടുക്കണം, മാല ഇടണം. ഞാൻ പറഞ്ഞു ഞാനിപ്പൊ നാളെ പോയാൽ നീ പോയാല് നീ തിരിച്ചു വരത്തില്ല, നിന്നെ പുലി എടുക്കും, അല്ലെ നിന്നെ കടുവ പിടിക്കും, നീ പോയാൽ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാന് പിന്നെ പറഞ്ഞില്ല, ഞാൻ നാളെ തന്നെ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ധൈര്യമുണ്ട് എന്ന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. പിറ്റേ ദിവസം തന്നെ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇരുമുടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഇരുമുടി കെട്ടെന്ന് പറയും, തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം. അപ്പൊ അതിനകത്ത് ഈ തലയിലെ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഇതിനകത്തെല്ലാം വാരിയിട്ട് പിന്നെ ആഹാരത്തിനുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നിറച്ച് പൂജാ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ശബരിമലയ്ക്ക് പോയി വന്ന ഒരാളുടെ ഒരു ഇരുമുടിക്കെട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന്, അപ്പൊ ഞാൻ വ്രതമൊന്നും എടുക്കുന്നില്ലല്ലോ, മാല ഇടുന്നില്ല. പിന്നെ മാല എടുത്തിട്ട്, കാരണം അവർ മാല ശ്രദ്ധിക്കും, അകത്ത് കയറുമ്പോൾ മാല ഉണ്ടോ ഇതൊക്കെ നോക്കും. അപ്പൊ ഒരു മാലയൊക്കെ എടുത്തിട്ട് അപ്പൊ ഞങ്ങളുടെ മുറ്റത്തു നിന്നുള്ള കുറെ മണലും ഒക്കെ വാരി ഈ ഇരുമുടിക്കെട്ടിനകത്തിട്ട്, ഇതൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ വരാൻ കൂട്ടുകാർക്ക് എല്ലാം അറിയാം. പിന്നെ പഴയ ചെരുപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നിറച്ചെന്ന് ഞാൻ ദൈവത്തെ കളിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇന്റൻഷൻ. അങ്ങനെ ഞാൻ അതെല്ലാം നിറച്ച് കെട്ടി
അപ്പോൾ കൂത്രപ്പള്ളിയെല്ലാം ഇങ്ങനെ എൻ്റെ നാട്ടിലെ കൂത്രപ്പള്ളി അവിടെ ഒരു വലിയ പാട്ടായി ഇങ്ങനെ വാസുവാശ്ശേരിയുടെ മോനെ വ്രതമൊന്നുമില്ലാതെ ശബരിമലയ്ക്ക് പോവുക, ആ എന്നാ അവൻ തിരിച്ചു വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവിടെ പബ്ലിസിറ്റി ആയി. ഏതായാലും ഞാൻ പിറ്റേ ദിവസം പോയി. അപ്പൊ എന്റെ കൂടെ ഒരാളെ കൂടെ വിട്ടു, ഇപ്പം പോകുന്നുണ്ടോന്ന് അറിയാൻ. അപ്പം അവർക്ക് വ്രതമില്ലാതെ പോയാല് 18-ാം പടി കയറാൻ പറ്റത്തില്ല, താഴെ പോയിട്ട് ഇനി പോരാ. അപ്പൊ ഒരാളോട് എൻ്റെ കൂടെ വന്ന് ഞാൻ പോകുന്നുണ്ടോന്ന് അറിയാൻ അങ്ങനെ 18-ാം പടി കയറി. ഞാൻ 18-ാം പടി 16 കിലോമീറ്റർ ഇപ്പുറത്ത് ചെന്ന് വണ്ടി നിർത്തി. അവിടുന്ന് ഞാൻ ഞങ്ങൾ നടന്ന് കാലേ ചെരുപ്പ് പോലും ഇടാതെ പോകുമെന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ഞാൻ എൻ്റെ ചെരുപ്പ് ഊരി ഇതിനകത്ത് ഈ ഇരുമുടിക്കകത്ത് വെച്ച് കെട്ടി ഞങ്ങൾ നടന്നു. മറ്റവൻ എൻ്റെ കൂടെ വരുന്ന ചെരുപ്പെല്ലാം ഇടുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് 18-ാം പടി കയറുമ്പം ആദ്യത്തെ വർഷം പോകുന്ന ആൾ ഓരോ വർഷം ചെല്ലുന്ന ആൾ ഓരോ തേങ്ങ അടിക്കണമെന്നുള്ള നിയമമാണ്. അപ്പം തേങ്ങയ്ക്ക് അടിക്കല്ല, അവിടെ പോലീസുകാർ നിന്ന് ശ്രദ്ധിക്കും, നമ്മൾ തേങ്ങ അടിക്കാൻ കയറി പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരു തേങ്ങയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ 1-ാമത്തെ പടിയിൽ ഒരു തേങ്ങ അടിച്ചു. അത് കഴിഞ്ഞ് കയറി മുന്നോട്ട് പോകുന്ന എല്ലാ പടിയിലും ഓരോ തേങ്ങ അടിച്ച് തേങ്ങ അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ അടിച്ചടിച്ച് കയറി പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ 18-ാം പടി കയറി ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യം വലം വെച്ചിട്ട് പിന്നെ തിരിച്ചിറങ്ങണം. അപ്പൊ തിരിച്ചിറങ്ങുമ്പോഴും നമുക്ക് പുറം വെച്ചിറങ്ങാൻ പറ്റത്തില്ല, ദൈവത്തിനെ നോക്കിക്കൊണ്ട് പുറകോട്ടിറങ്ങണം. കാലിൽ സ്റ്റെപ്പുകൾ പുറകോട്ട് വെച്ച് വെച്ചിറങ്ങണം. അപ്പൊ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലിയ വീതിയൊന്നുമില്ല, ഒരു കാലിനെ പൂർണ്ണമായിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല, അത്ര ചെറിയ ഒരു പടികളായതല്ല. അപ്പൊ അതുവഴി ഞാൻ ഇറങ്ങി വന്നപ്പോ ഞാൻ സ്ലിപ്പായി. ഈ നെയ്യൊക്കെ അടിച്ചിട്ടേക്കുന്നത് ഞാൻ പെട്ടെന്ന് എന്റെ മുമ്പിൽ നിന്ന് ഒരു അയ്യപ്പന്റെ അരക്കെട്ടിൽ ഇങ്ങനെ പിടിച്ചപ്പം പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ പിടിക്കരുതെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ വീണില്ല, പിടിച്ച ആഘാതത്തിനൊക്കെ കയറി പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സൂക്ഷിച്ച് ഇറങ്ങി. അപ്പൊ ഞാൻ അവിടെ വീണിരുന്നെങ്കിൽ എന്റെ പല്ല് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വീണാ പല്ല് പോകും. അപ്പൊ ആളുകൾക്ക് പറയാൻ ഒരു കാര്യമാകുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചിവിടെ വന്നു, ഇവിടെ 18-ാം പടി ഇറങ്ങി വന്നു, കൂത്രപ്പള്ളി വന്നു. അപ്പൊ കൂത്രപ്പള്ളി ഭയങ്കര സംസാരമായി. ഇങ്ങനെ വാസുവാചാര്യയുടെ മോനെ പിന്നെ മാലയൊന്നും ഇടാതെ, അല്ല വ്രതമൊന്നും എടുക്കാതെ 40 ദിവസം ഒന്നുമില്ലാതെ ശബരിമലയ്ക്ക് പോയിട്ട് വന്നെന്ന് പറയുന്നപ്പോ ആളുകൾ തമ്മിൽ ഭയങ്കര ഇല്ല അവൻ പോയിട്ടില്ല എന്ന് പറയുന്നു. ഞാനിത് കൂത്രപ്പള്ളിയിലെ മുക്കിലെ അന്നത്തെ ഒന്നും പറഞ്ഞാൽ ആരുടെയും വീട്ടിൽ റേഡിയോ ഒന്നുമില്ല. അപ്പൊ ആളുകളെല്ലാം സന്ധ്യയ്ക്ക് കൂടി വരും. ഒരു കാപ്പിക്കടയുണ്ട്, വലിയൊരു ഹോട്ടൽ എന്ന് പറയാം. അവിടെ നിന്ന് ആളുകൾ ഈ ന്യൂസുകൾ കേൾക്കുന്നത്. അപ്പൊ ന്യൂസുകൾ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഞാനിപ്പോ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്, വാസുവാശയുടെ മോനെ അവൻ പോയിട്ടൊന്നുമില്ല ചുമ്മാ പറയുന്നെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു ഇവന് വ്രതം ഉണ്ടായിരുന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടു എന്ന് എന്റെ പരിചയക്കാരനൊരാൾ അവിടെ വെച്ച് പറഞ്ഞപ്പം അവർക്ക് വിശ്വാസമായി. എന്നാ ഒരു 15 ദിവസം നോക്കിക്കോ, അവനെ പുലി എടുക്കും, അവന്റെ വീട്ടിൽ വരും, പുലി അവനെ കൊന്നിടങ്ങുമെന്ന് പറഞ്ഞ് ഭക്തന്മാരെല്ലാം കൂടെ പറഞ്ഞു. ഏതായാലും പുലി എന്നെ എടുക്കാൻ വന്നില്ല. അങ്ങനെ ഞാൻ ഒന്നുകൂടെ ഒരു വീരനായി തീർന്നു. ദൈവമില്ല. അപ്പം നമ്മളന്ന് വിചാരിക്കും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളായി ദൈവം എന്നല്ല വിചാരിക്കുന്നത്. അപ്പൊ അവരാണ് നമ്മളില്ല എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഈ പുണ്യവാളന്മാരുടെ, ക്രിസ്ത്യാനികളുടെ പുണ്യവാളന്മാരുടെ കുരിശ് തൊട്ടി ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഇത് ഞാൻ കാർക്കിച്ച് തുപ്പുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ പല ആളുകളുമായിട്ടും ഇതിനെക്കുറിച്ച് തർക്കിച്ച് സംസാരിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാനൊരു മർത്തോമക്കാരുടെ വീട്ടിൽ പോയി. മർത്തോമക്കാരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവരുടെ വരാന്തയില് ഒരു മേശപ്പുറത്ത് ഒരു കറുത്ത പുസ്തകം കിടക്കുന്നത് കണ്ടു. അപ്പൊ ഞായറാഴ്ച ആയിരുന്നു. ഇവര് പള്ളിയിലൊക്കെ പോയിട്ട് വന്നാൽ പുസ്തകം ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ഞാൻ അതെടുത്ത് ഇങ്ങനെ തുറന്നിങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് ഉത്പത്തി 1-ാമത്തെ അധ്യായം ഉത്പത്തി. അപ്പൊ അതിങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു വന്നപ്പം ആദ്യം ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, ഭൂമി വാഴശൂന്യമായി കിടന്നത്. പിന്നെ വന്നിട്ട് ദൈവം ആദത്തിനെ ഉണ്ടാക്കി, ആദത്തിൽ നിന്ന് പിന്നെ അവയെ എടുത്തു മാറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞ് ദൈവം അവരോട് വൃക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചു, വൃക്ഷങ്ങളെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചിട്ട് അവരോട് പറഞ്ഞത് എല്ലാ വൃക്ഷത്തിലെയും പഴങ്ങളിൽ നിന്ന് ഭക്ഷിക്കാം, പക്ഷെ ഇതിന്റെ ഇടയിൽ അടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ അത് ഭക്ഷിക്കരുത് എന്നിവരോട് പറഞ്ഞപ്പം എന്റെ മനസ്സിൽ തോന്നി, അപ്പൊ ഇതെന്തൊരു ദൈവമായത്, ഭക്ഷിക്കരുതെന്ന് പറയുക. അപ്പൊ ദൈവത്തിന് അറിയാമല്ലോ ഇവൻ ഭക്ഷിക്കുമെന്നുള്ള കാര്യം. പിന്നെന്തിനാ ദൈവം അവനോട് പറഞ്ഞത് ഭക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വായിച്ചപ്പം ആദത്തിനും ഹവ്വയ്ക്കും 2 മക്കളുണ്ടായി. മൂത്തത് കായീനും പിന്നെ ആബേലും ഉണ്ടായി. പിന്നെ കായീനും ആബേലും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അവര് ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോ
കായിന് ദൂരദേശത്ത് പോയി വിവാഹം കഴിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു പ്രശ്നം, ആദ്യം ആദം ഉണ്ടായി, പിന്നെ അവർക്ക് 2 മക്കളുണ്ടായി, കായിനും ആബേലും. ഇവര് കായിൻ ദൂരദേശത്ത് പോയി വിവാഹം കഴിച്ചെന്ന് പറഞ്ഞപ്പോ ഈ വിവാഹം കഴിച്ച് ആ പെൺകുട്ടി അവിടെ വന്നു. ഇതൊക്കെ ഇന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആളുകളെ. അപ്പൊ ഞാൻ വാസ്തവത്തിൽ അത് ചോദിച്ചിട്ട് ഇതെങ്ങനെയാ അവിടെ ഇത് ദൂരദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എവിടുന്ന പെൺകുട്ടിയെ കിട്ടിയത് ഇത് ചോദിച്ചപ്പോ അത് എന്റെ മനസ്സിലായി, അങ്ങനെ മനസ്സിലിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഇങ്ങനെ വായിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ പിന്നെ അപ്പൊ ഞാൻ ഈ വീട്ടിലെ എന്റെ കൂട്ടുകാരുടെ വീടായിരുന്നു, അവരുടെ അമ്മയെ വിളിച്ചു. ആ അമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ദൈവം വലിയ ആദിയും അന്തോ ഒരിയുന്ന ആളാണെന്നാ പറയുന്നത്, പക്ഷെ ഈ ദൈവം ഇവിടത്തെ ഇതെന്തൊരു വീട്ടിൽ എഴുതി വെച്ചേക്കുന്നത്? ദൈവം ആദത്തിനോട് പറയാണ്, നീ ഈ പഴം തിന്നരുത്, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, അന്ന് ആകെപ്പാടെ 2 പേരേ ഉള്ളൂ, അവരുടെ 2 മക്കളും, ആരും മരിച്ചിട്ടില്ലാത്ത ഒരു മരണം എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരു മനുഷ്യനോട് പറയുക നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് വിചാരിക്കണം? ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എന്ത് വിചാരിക്കുന്നത്? എന്തൊരു തെറ്റായി എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതാണോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു, ഈ കായിന് കല്യാണം കഴിച്ച് തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചെന്ന് പറഞ്ഞു, അത് എവിടുന്ന് കിട്ടി ഈ പെണ്ണിനെ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പം അവർക്ക് വാസ്തവത്തിൽ പറയാൻ ഉത്തരവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വാസ്തവത്തിൽ ഇന്നും അങ്ങനെ തന്നെ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് ഒന്നും പറയാനൊന്നും ഉത്തരവൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് നാണംകേടായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ ഞാൻ ഒന്നുകൂടെ വലിയ പുള്ളിയായി. ഞാൻ തർക്കിച്ച് തോൽപ്പിച്ചു, ഇവർക്ക് ആർക്കും എന്നോട് ഉത്തരം പറയാനില്ല. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ചുറ്റുപാടിലുള്ള ഈ ഉപദേശിമാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പലരും ഉണ്ട്, അവരോടൊക്കെ ഇങ്ങനെ അങ്ങ് തർക്കിക്കും നിർബന്ധമായിട്ടും. ഇവരാർക്കും ഉത്തരം പറയത്തില്ല, ഇവരൊക്കെ എന്താ ബൈബിൾ പഠിച്ചെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഇരുന്ന സമയങ്ങളിൽ പിന്നെ ഞാൻ ഈ ഓട്ടോ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2ാം വർഷം കഴിഞ്ഞ് 3ാം വർഷം കഴിഞ്ഞ് എൻ്റെ അനിയൻ ഒരാൾ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ബോംബെ വെച്ച് അവന് മഞ്ഞപ്പിത്തം ഉണ്ടായി. അപ്പൊ മഞ്ഞപ്പിത്തമാണെന്ന് അറിഞ്ഞപ്പോൾ അവന് പിന്നെ യാത്ര ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മഞ്ഞപ്പിത്തം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അവിടെ കിടന്ന് അവന് 3 രോഗങ്ങളുണ്ടായി. അവന് മലേറിയ ഉണ്ടായി, അങ്ങനെ പിന്നെന്തോ ഒരു 3 രോഗം ഒരേ സമയത്ത് ഉണ്ടായി കഴിഞ്ഞു. ഇവനെ നോക്കാൻ ആളില്ലാതെ വന്നു. വീട്ടിലിങ്ങനെ പറഞ്ഞു, ഫോൺ നോക്കാൻ ആളില്ല, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഹിന്ദി അറിയാവുന്നവരും വേണമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പോയേക്കാം. ഏതായാലും ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു പഠിത്തവും കംപ്ലീറ്റ് ആകുന്നില്ല, പ്രീ ഡിഗ്രി പഠിച്ച് കംപ്ലീറ്റ് ആയില്ല, CRP പോയി കംപ്ലീറ്റ് ആകുന്നില്ല, ഓട്ടോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി അതും കംപ്ലീറ്റ് ആകുന്നില്ല, എല്ലാം ഇൻകംപ്ലീറ്റ് സ്ഥിതിയിലേക്ക് പോകുന്നു. ഞാൻ വിചാരിച്ചു ശരി ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നുണ്ട് 1 മാസം 1.5 മാസം അവന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് അവന് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് സുഖമായി അവൻ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ആ അപ്രന്റീസ്ഷിപ്പ് ചെയ്യേണ്ട ആ സമയവും കഴിഞ്ഞു. പരീക്ഷ എഴുതേണ്ട സമയമായിരുന്നു, പരീക്ഷ എഴുതിയില്ല. പരീക്ഷ വരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ജോലിയൊന്നും വേണ്ട, എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ നോളജ് മാത്രം മതിയായിരുന്നു, അല്ലാതെ എനിക്ക് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇനി ഞാനൊരു ഗാരേജ് തുടങ്ങാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ഓട്ടോ എഞ്ചിനീയറിംഗ് തിയറി പഠിച്ചെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള 1-2 പേരെ കൂട്ടിക്കൊണ്ട് ഞാൻ മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. അവിടെ ഒരുമാതിരി പണിയൊക്കെ നടന്നു ഇരുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഈ ടാക്സിക്കാരുടെ ഒക്കെ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര തെമ്മാടികളും കള്ളുകൂടിയന്മാരും അടിപിടിക്കാരും പണി ചെയ്താൽ കാശ് തരത്തില്ലാത്തവരും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടരാ ടാക്സിക്കാരുടെ. അപ്പൊ ഞങ്ങൾ പണിയൊക്കെ ചെയ്തിട്ട് കാശൊക്കെ പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. നമുക്കറിയാം, നമ്മൾ ഇങ്ങനൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ്, കട്ടപ്പനെ വന്നാലേ, നെടുങ്കണ്ടോന്ന് പറയും, കട്ടപ്പനെ വന്നാൽ അവിടെ ഇതിനേക്കാൾ നല്ല പണിയാണ്, അവിടെ നല്ല ഇഷ്ടം പോലെ പണിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് എല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്ത് കട്ടപ്പനയെ കൊണ്ടുപോയി. കട്ടപ്പനയിൽ പോയി അവിടെ ഈ പിന്നെ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ ചെന്ന് വർക്ക്ഷോപ്പ് തുടങ്ങി. അപ്പൊ ഈ സമയത്ത് അപ്പം എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴുള്ള ഭാര്യ അല്ല, അന്നത്തെ ആ പെൺകുട്ടിയുമായിട്ട് ഞങ്ങൾ സംസാരമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിവാഹം കഴിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കി. അപ്പൊ പുള്ളിക്കാരത്തി BA ഒക്കെ പഠിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പം വിവാഹപ്രായമൊക്കെ വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു എന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകണം, അല്ലെ എൻ്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ വന്ന് പുള്ളിക്കാരത്തിയെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ കൂട്ടുകാരുടെയൊക്കെ ഇടയിൽ വെച്ച് ഞങ്ങള് പരസ്പരം കൈ കൊടുത്ത് ഞങ്ങൾ ഭാര്യമാരായിരുന്നു. ഞങ്ങളൊരു അമ്പലത്തിലും പോയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങളൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു.
അത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം അവിടെയും ശരിയല്ല, നെടുങ്കണ്ടത്തും ശരിയല്ല. അപ്പൊ എന്നോട് അപ്പൊ ഇതെല്ലാം ഇപ്പോഴെനിക്കറിയാം ഇതെല്ലാം ദൈവ പദ്ധതിയാണെന്നുള്ള കാര്യം. എന്നെ ഒരിടത്ത് നിർത്താതെ ഇങ്ങനെ കൊണ്ടു നടക്കുക. അപ്പം ഞാന് പിന്നെ എൻ്റെ ഒരു അപ്പാപ്പന്റെ അളിയൻ നാട്ടിൽ വന്നു, ഈ ബിലായി ദുർഗിൽ നിന്ന്. ഇപ്പൊ ഞാൻ ഈ ദുർഗിലിരിക്കുന്ന അവിടുന്ന് ഒരു അപ്പാപ്പൻ അവിടെ നാട്ടിൽ വന്നപ്പം എൻ്റെ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പാപ്പൻ അനിയൻ പറഞ്ഞു, നിനക്ക് ഇതിനേക്കാൾ നല്ലത് ബിലായി വന്നാല് അവിടെ ബിലായി സ്റ്റീൽ പ്ലാന്റിന്റെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ നല്ലതായിരിക്കും. അവിടെ ഒരു 80,000 തൊഴിലാളികളാ അവിടെ ഉള്ളത്. അതിനകത്തുനിന്ന് എല്ലാ ഓഫീസേഴ്സിനും വണ്ടിയുണ്ട്, അവിടെ നിനക്ക് ഇഷ്ടംപോലെ പണി കിട്ടും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി എന്ന് വന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ, ഞങ്ങൾ വിവാഹം കഴിച്ച ആ ഇടയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇവിടെ ബിലായി വന്നു, ഈ ദുർഗിൽ വന്ന് എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ നേരെ മൂത്തൊരു സഹോദരൻ ഇവിടെ ഉണ്ട് ബിലായില്. പുള്ളിക്കാരനെ കണ്ടു, പിന്നെ പാപ്പന്റെ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, നിനക്ക് ഇവിടെ വല്ല ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ചെയ്യണ്ട, ഞാനിങ്ങനെ ഒരു ഓട്ടോ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങാനുള്ള പദ്ധതിയാന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി സ്ഥലം കണ്ടുപിടിക്കണം, ആളുകളെ പരിചയപ്പെടണം, അതുകൊണ്ട് കുറച്ചു നാൾ ഇവിടെ നിൽക്കേ എന്ന് പറഞ്ഞു. അങ്ങനെയാലും അവിടെ നിന്ന് അപ്പൊ ആ സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഒരു സൂപ്പർവൈസറുടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് അപ്പൊ എന്തെങ്കിലും ജീവിക്കാൻ ഒരു മാർഗം വേണമല്ലോ, എന്ന് എല്ലാവരുടെയും കൂടെ കഴിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു സൂപ്പർവൈസറായിട്ട് ഇങ്ങനെ കയറി. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അപ്പൊ അവിടെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ ഒത്തിരി ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഈ കട്ടള, ജനല്, ഇങ്ങനെയുള്ള സാധനം ഫർണിഷിംഗ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ സൂപ്പർവൈസറേക്കാളും നല്ലത്, ഞാൻ ഈ പണിയിൽ വളരെ എക്സ്പെർട്ടാ, കാർപ്പൻട്രി പണി കേട്ടോ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ആ വീടിന്റെ ഉടമസ്ഥരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങളുടെ പണി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3-4 ലേബറേയും കൂട്ടി ഞാൻ ആ സൂപ്പർവൈസറി പോസ്റ്റ് ഉപേക്ഷിച്ചു. കാരണം അവിടെ എപ്പോഴും അവർ പറയുന്ന പോലെ ഒരു ചൗക്കിദാർ, ഒരു വാച്ച്മാനെ പോലുള്ള പണി ചെയ്യണം. വണ്ടിയെ സാധനങ്ങൾ വരുമ്പോൾ ഇറക്കണം, കയറ്റണം, അതുപോലെ പിന്നെ അത് ഇങ്ങനെ നോക്കണം. അപ്പൊ എനിക്കിത് പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടുത്തെ ആ വർക്ക് എടുത്തു. അങ്ങനെ ആ വർക്ക് എൻ്റെ വികസിച്ച് ഞാൻ ഈ ദുർഗില്, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഈ ഏരിയയിൽ താമസിക്കുന്ന ഇവിടെ ഞാനൊരു പേരെടുത്ത ഒരു വർക്ക്ഷോപ്പുകാരനായി. എന്നാലും എൻ്റെ ഈ പിന്നെ ഗാരേജിനോടുള്ള എൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ ചെന്നിട്ട് എൻ്റെ ആ വർക്ക്ഷോപ്പിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ നിന്ന് പെറുക്കി കെട്ടി ട്രെയിനെ ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഒരു വർക്ക്ഷോപ്പും തുടങ്ങി. അതിൻ്റെ രണ്ടും പണികാരം വെച്ച് വർക്ക്ഷോപ്പും തുടങ്ങി. കാർപ്പൻട്രി വർക്ക്ഷോപ്പുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഇവിടെ നല്ല ഇതായിട്ട് പോവുകയാണ്. അപ്പം ആ സമയത്ത് വർക്ക്ഷോപ്പില് എൻ്റെ കൂടെ പിന്നെ അവിടെ നമ്മുടെ ഒരു ജോസഫ് എന്ന് പറഞ്ഞ ആൾ, പുള്ളി അവിടെ ഡെയിലി വന്ന് അവിടെ ഇരിക്കും, ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ജോസഫ് എന്ന് കേട്ടതുകൊണ്ട് പേര് ക്രിസ്ത്യാനിയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പിന്നെ ദൈവത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എന്തോ ദൈവമാ, ഇവിടെ മനുഷ്യന് തമ്മിൽ കുറച്ച് പേരെ പാവങ്ങളെ, വീടില്ലാത്തവരെ, അസമാധാനതയാണ് മൊത്തം, ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അതേ, ദൈവരാജ്യം വരുമ്പോൾ അതൊക്കെ മാറും, എല്ലാം ഒരുപോലെ ആവും. ഞാൻ പറഞ്ഞു ദൈവരാജ്യം, ദൈവം എന്ന് പറഞ്ഞ ഒരാളില്ല, പിന്നെ ഇങ്ങനെ ദൈവരാജ്യം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞ പുള്ളിക്കാരനെ എനിക്കറിയത്തില്ല, പുള്ളി യഹോവ സാക്ഷിയായിരുന്നു ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി 2 പേരെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ വീടൊക്കെ ചോദിച്ചു വെച്ച് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവരവിടെ വന്നു, ഒരു ദിവസം വന്നു, ഒരു പുസ്തകം തന്നു. അപ്പൊ പൈസയ്ക്ക് തന്ന കേട്ടോ, പുസ്തകം തന്നു. ആ പുസ്തകത്തിന്റെ പേര് ഹൗ ലൈഫ് എക്സിസ്റ്റ് ഹിയർ, ഇറ്റ് ഈസ് ബൈ ക്രിയേഷൻ ഓർ എവല്യൂഷൻ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അതായത് ലോകം ജീവൻ എങ്ങനെ ഉണ്ടായി, തന്നെ ഉണ്ടായതാണോ അതോ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അത് ഈ മാസ്റ്ററുകാരുടെ പുസ്തകമാണ്. അപ്പൊ ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞങ്ങള് പിന്നെ നല്ല സന്ധ്യ ആയി കഴിഞ്ഞാല് ഞങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എല്ലാ ചെറുപ്പക്കാരും കൂടെ കൂടി കഞ്ചാവടി, വെള്ളവടി, ഇത് ഞങ്ങൾക്ക് നിത്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒന്നാമത് ഈ ഗാരേജ് ലൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കഞ്ചാവൊക്കെ അടിച്ച് നല്ല കിണുങ്ങിയിരിക്കുന്ന സമയത്ത് ഈ പുസ്തകം എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഏതായാലും കാശ് കൊടുത്ത് മേടിച്ച പുസ്തകമല്ലേ, വായിച്ചു കളയാൻ പറയും. അങ്ങനെ വായിച്ചപ്പോൾ അത് ബൈബിളിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബൈബിളിനെ കുറിച്ച് പറഞ്ഞ് ബൈബിൾ 3600 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്നും അപ്പൊ അതിനകത്തുള്ള ചില സയന്റിഫിക്കൽ ട്രൂത്തുകൾ
ഇങ്ങനെ എടുത്ത് കാണിച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് രണ്ട് വാക്യങ്ങൾ എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഒന്ന്, ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് 26-ാം അധ്യായത്തില് 26:7 അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ഭൂമി ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നു എന്ന്. പിന്നെ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 40-22 എഴുതിയിരിക്കുന്നത്, ഹി സിറ്റ്സ് എബവ് ദി സർക്കിൾ ഓഫ് ദി എർത്ത്, ദൈവം ഭൂമിയുടെ വൃത്താകാരത്തിന്മേൽ ഇരിക്കുന്നു. അപ്പം ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി ശൂന്യതയിൽ തൂങ്ങിക്കിടക്കുകയാണെന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഇയ്യോബാണ് ഏറ്റവും ആദ്യം പുസ്തകം എഴുതുന്നു ബൈബിളിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇയ്യോബിന്റെ പുസ്തകമാണ് ആദ്യം. അപ്പൊ ഇത്രയും 3600 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സയന്റിഫിക്കൽ ട്രൂത്ത് എഴുതി, അതായത് ഇത് നമുക്ക് മനസ്സിലായിട്ട് 500 വർഷങ്ങളെ ആയിട്ടുള്ളൂ, 500 അല്ലെ 550 വർഷം ഇപ്പോഴായിട്ടുള്ളത്. കോപ്പർനിക്കസ്, ഗലീലിയോ ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഇത് തെളിയിച്ചു തന്നത്. അപ്പൊ ഇവര് തെളിയിച്ച ഈ പുസ്തകം, എഴുതിയ ഈ സയന്റിഫിക്കൽ ട്രൂത്ത് 3600 വർഷങ്ങൾക്ക് മുമ്പ് ഈ അയ്യൂബിന് എങ്ങനെ മനസ്സിലായി? ഞാൻ ഹിന്ദി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അയ്യൂബ് എന്ന് പറയുന്നത്. അതുപോലെ യെശയ്യാവിന് എങ്ങനെ മനസ്സിലായി ഭൂമി ഉരുണ്ടതാണെന്ന്? ഇവരോട് ഇത് ആരാ പറഞ്ഞു കൊടുത്തു? ഇവരെങ്ങനെ എഴുതി വെച്ചു? അപ്പൊ ഇവര് വലിയ ശാസ്ത്രജ്ഞന്മാരാണോ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ബൈബിള് വായിക്കാനാണ്. അപ്പൊ അത് നോക്കണം, ഈ ഒരു ബൈബിൾ എൻ്റെ വീട്ടിലുണ്ടെന്നുള്ളതാണ്. സമ്പൂർണ്ണ ബൈബിള് എൻ്റെ വീട്ടിൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, എൻ്റെ ഷെൽഫിനകത്തുണ്ട്. ഞാൻ ആ ബൈബിള് എടുത്ത് തുറന്ന് വെച്ച് അയ്യൂബിന്റെ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് അയ്യൂബ് ഒരു ഭക്തനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു, ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന ആളായിരുന്നു എന്നുള്ളതൊക്കെ വായിച്ചല്ലാതെ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നെന്നോ ഇങ്ങർക്ക് ഈ വെളിപാട് എവിടുന്ന് കിട്ടിയെന്നുള്ളതൊന്നും അയാൾ തേടിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇങ്ങർക്ക് മനസ്സിലായത് എങ്ങനെയാണ്? യെശയ്യാവിന്റെ പുസ്തകം വായിച്ചപ്പോഴും അതിനകത്തും ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര്, അപ്പം എന്റെ മനസ്സിൽ ഒന്ന് സ്ട്രൈക്കായി, ഇത് എങ്ങനെ ഇതിനകത്ത് എഴുതപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ വേറെ ചില സയന്റിഫിക്കൽ ട്രൂത്തുകളും, അതായത് ഈ അറേബ്യൻ രാജ്യങ്ങളിലെ പിന്നെ പെട്രോളിയം കണ്ടുപിടിച്ചത്. അപ്പം മോശയെ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് പെട്ടകത്തിനകത്ത് 3-ാം മാസമായ മോശ ഒഴുക്കി വിട്ടെന്നും, അപ്പൊ ആ ഒഴുക്കി വിട്ട ആ പെട്ടകത്തിന്റെ മേളിൽ ഇങ്ങനെ പിന്നെ എന്തുവാ ഡാമർ ഞങ്ങൾ ഹിന്ദിയിൽ മലയാളം അറിയില്ല, ഡാമർ തേച്ച് ഇങ്ങനെ പിന്നെ പെട്ടകം നനഞ്ഞാൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി തേച്ച് വിട്ടുന്നു. അപ്പം ഇതിങ്ങനെ വായിച്ചപ്പോൾ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞന് തോന്നി, ഇങ്ങനെ മോശയുടെ സമയത്ത് ഇങ്ങനെ ഡാമർ ഭൂമിയുടെ മേളിൽ ഇങ്ങനെ ഉരുക്കി കിടന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പെട്രോളിയം പദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് അങ്ങേർക്കുള്ള ഒരു വെളിപാട് കൊണ്ടാണ് വാസ്തവത്തിൽ അറബിയിൽ പോയിട്ട് പിന്നെ ഇവർ എക്സ്കവേഷൻ നടത്തി, അല്ലെങ്കിൽ ഇത് നടത്തി അവർക്ക് പിന്നെ പെട്രോൾ അവിടെ ഇഷ്ടംപോലെ കടൽ പോലെ പെട്രോൾ കിടക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ പെട്രോൾ കണ്ടുപിടിക്കാൻ ഇടയായെന്നൊക്കെയുള്ള ഈ സയന്റിഫിക്കൽ ട്രൂത്തുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉൽപ്പത്തി മുതൽ പിന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ ബൈബിൾ വായിച്ച് ഞാൻ 6 മാസം കൊണ്ട് മലാക്കി വരെ വായിച്ചു. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓരോ കാര്യങ്ങളും ദൈവം റിവീൽ ചെയ്തു തന്നു, ഓരോ കാര്യങ്ങൾ. അപ്പൊ പിന്നെ എൻ്റെ ആ പഴയ സംശയങ്ങളൊക്കെ അങ്ങ് പോയി. ആദത്തിനോട് ദൈവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഭൂമി പിന്നെ എന്താ പറയുന്നത്, നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു, പിന്നെ ദൈവം എന്തിനാ അവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ള ചോദ്യങ്ങള്, കായിന്റെ ഭാര്യ ഇവിടെ നിന്ന് വന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പിന്നെ എനിക്ക് പ്രശ്നമേ അല്ല. പിന്നെ എനിക്കൊന്നും എനിക്ക് എൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ച് ഇങ്ങനെ മലാക്കി വരെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായ വിശ്വാസമായി ഒരു ദൈവം ഉണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായി മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു നാട്ടില്. 1994 ജനുവരിയിൽ അമ്മ മരിച്ചു. അപ്പൊ അമ്മ മരിച്ചപ്പം ഞാൻ മരിച്ച സമയത്തൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് മരണവും ശവടക്കെല്ലാം കഴിഞ്ഞിട്ട് എന്നാലും എനിക്ക് പോകണമല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നാട്ടിൽ ട്രെയിനിൽ പോകുമ്പം ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്തൊരു സഹോദരൻ ഒരാൾ വന്നിരുന്നു. അപ്പൊ ഞാൻ ബൈബിൾ വായിക്കുന്നതിനോട് ചോദിച്ചു, എന്തുവാ വായിക്കുന്നത്? ബൈബിളാ അല്ലേ? അതെ. ശശി, പേരെന്തുവാ? ശശി ബൈബിൾ വായിക്കുന്നു, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടാണോ? ഞാൻ ചോദിച്ചു ഇതെന്തുവാ ഈ രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ബൈബിൾ വായിക്കുന്നു, ഇങ്ങനെ എനിക്കതേ അത്ര, അല്ലാതെ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, പുതിയ നിയമം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വായിച്ചില്ല. അല്ല, പുതിയ നിയമം വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഏതായാലും ഞങ്ങളുടെ 2 ദിവസത്തെ ജേർണിയില്
പുള്ളിക്കാരനോട് ബൈബിളിൽ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞ് ഈ സ്വർഗവും നരകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ആപ്പാടെ വെപ്രാളമായി, പേടിയായി. അയ്യോ, ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ ചത്തുപോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നരകത്തിൽ പോകുമല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. അധികം ദിവസം നിന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് മുന്നോട്ട് അറിയാനുള്ള ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ ഒരു മധു ബാബു എന്ന് പറയും, മാത്യു ഞങ്ങളുടെ പേര്, എല്ലാവരും മധു ബാബു എന്ന് പറയും. അങ്ങേര് വന്നപ്പോൾ അങ്ങയുടെ ട്രക്ക് ഞങ്ങളാ പണിയുന്നത്. അപ്പൊ എന്നോട് പിന്നെ എൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു, ഈ മത്തായി സുവിശേഷത്തിലെ 24 അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് സംഭവിച്ചതാണോ, സംഭവിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. ബന്ധക്കോസ്തുകാരനാ പുള്ളിക്കാരൻ. പുള്ളിക്കാരന് ഒന്ന് സംശയിച്ചിട്ട് പറഞ്ഞേ, അതെ, ഞാന് ഒരാളെ പരിചയപ്പെടുത്തി തരാം, എനിക്ക് അത്രയ്ക്കൊന്നും പറഞ്ഞാൽ അറിയത്തില്ലെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ പുള്ളിക്കാരന് എൻ്റെ വീട്ടിലേക്ക് പിറ്റേ ദിവസം ഒരു പാസ്റ്ററെ പറഞ്ഞു വിട്ടു. പാസ്റ്ററാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പക്കാരൻ വന്ന് ഗേറ്റിൽ തട്ടി ഇറങ്ങി ചെന്നപ്പോൾ ഒരു ആൾ വന്നു പറഞ്ഞു, ഞാൻ മധുവാവ് പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരൻ കയറി വന്നു, ഞങ്ങൾ ഇരുത്തി സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ പുള്ളിക്കാരൻ ഒരു പുസ്തകം തന്നു, ദി സോൾ വിന്നിങ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലൊക്കെ വാങ്ങും എന്ന് പറഞ്ഞിട്ട്, ഈ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച് ഞാൻ പണിതതാണ്. അവരുടെ ആ ചർച്ച് അതിന്റെ കംപ്ലീറ്റ് പണികളും എനിക്കായിരുന്നു, ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. എന്നാലും ഞാൻ അവിടെ പോയിട്ടില്ല ഒരിക്കൽ പോലും. ചർച്ച് പണിത് കഴിഞ്ഞു പോകുന്നുള്ളതല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ചർച്ചിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നിട്ട് ഞാൻ പോയില്ല. അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഈ പുതിയ വായിച്ചു, സോൾവിനിങ് എല്ലാം വായിച്ചു കഴിഞ്ഞ് എനിക്ക് ആപ്പാടെ വെപ്രാളമായി. ഞാൻ ഒരു ദിവസം പിന്നെ ഈ പാസ്റ്റർ അടുത്ത് എന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ, അയ്യോ അതെങ്ങനെ ബ്രദറെ നിങ്ങൾക്ക് സ്നാനം തരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മ വരുന്നില്ല, ഒന്നുമില്ല, ഒരു 6 മാസമെങ്കിലും ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് ഞങ്ങൾക്ക് വിശ്വാസം വന്നെങ്കിൽ ഞങ്ങൾ സ്നാനം തരുവുള്ളൂ എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ ഞായറാഴ്ച അവരുടെ പോകാൻ തുടങ്ങി. കോട്ടേജ് മീറ്റിങ്ങുകളിലും ഒക്കെ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അത് അപ്പം 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട് പറഞ്ഞു, പിന്നെ അതിങ്ങനെ പുള്ളിക്കാരത്തി പിന്നെ സിസ്റ്റർ സഹോദരി വന്നിട്ടില്ലല്ലോ, സഹോദരിയും കൂടെ വരാതെ എങ്ങനെ സ്നാനം തരുന്നത്, സഹോദരി വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിൽ വീട്ടിൽ കലഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പിശാചും ദൈവവും തമ്മിൽ ഒരു വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, കലഹം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ സഹോദരിയും കൂടെ വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം ഈ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സഹോദരിയോട് ചോദിച്ചു, എന്താ സഹോദരി എല്ലായിടത്തും സാധാരണ സഹോദരിമാർ ആദ്യം വരുന്നത്, ഇവിടെ എന്താ സഹോദരിക്ക് വലിയ ബുദ്ധിമുട്ട്, സഹോദരൻ ഇത്രയും വന്നിട്ടും സഹോദരി എന്താ വഴിയിൽ നിന്നും വരാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പുള്ളിക്കാരത്തി പറഞ്ഞത്, എൻ്റെ പാസ്റ്ററെ നിങ്ങൾ ഇവളെ കൊണ്ട് എന്ത് വേണേലും ചെയ്തോണം, എന്നോട് പറയരുത്, കാരണം എനിക്ക് ഇതൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല, ഞാൻ ഇങ്ങേരെക്കാൾ മുമ്പ് തന്നെ യേശുവിനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഈ പുള്ളിക്കാരൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ CSIക്കാരുടെ ചർച്ചയാവുള്ളൂ. അപ്പൊ അവിടെ ഈ പാട്ടും പ്രാർത്ഥന ഇതൊക്കെ കേട്ടാ പുള്ളി വളർന്നത്. എന്നാലും പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ വരത്തില്ല, എന്നെ ഇതൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അത് ശരി. അപ്പം പുള്ളിക്കാരൻ അങ്ങ് പോയി, പാസ്റ്റർ അങ്ങ് പോയി. അപ്പൊ എനിക്ക് നിരാശയായി. അത് കഴിഞ്ഞ് ഒരു ദിവസം, പിറ്റേ ദിവസം പുള്ളിക്കാരത്തി ഇങ്ങനെ ഈ പാതകത്തിൽ, അന്ന് ഗ്യാസ് ഒന്നും സാധാരണ ഗ്യാസ് ഇല്ല ആർക്കും, ഈ ഗ്യാസ് അടുപ്പിന് പകരം ഈ സ്റ്റൗ വെച്ചിട്ട് ഈ ഹീറ്റർ വെച്ച് അതിൽ ചായ തിളപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. ഞങ്ങളുടെ വർക്ക്ഷോപ്പിലുള്ള 3-4 പിള്ളേർക്ക് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടുള്ള ചായ തിളപ്പിച്ച് വെച്ച് പുള്ളിക്കാരത്തെ അതിന്റെ പാദത്തിന്റെ കീഴെ ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മെക്കാനിക്ക് വന്നിട്ട് ഈ ചായപാത്രം ഇങ്ങനെ പൊക്കിയപ്പം അങ്ങേരെ ഷോക്ക് അടിച്ചിട്ട് ഈ ചായ മൊത്തം പുള്ളിക്കാരന്റെ പുറത്തോട്ട് വീണു, ബ്ലൗസിനകത്തോട്ട് വീണ് പുള്ളി കിടന്ന് കാറി ബഹളം ഉണ്ടാക്കി. പിന്നെ ഞങ്ങളെല്ലാം കൂടി വന്ന് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ചെയ്തു. ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ടെസ്റ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഈ ഇതൊരു വയലറ്റ് മരുന്നൊക്കെ തന്നു, അതൊക്കെ തേക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി ഒരു 15 ദിവസം ഇങ്ങനെ മുഖം അടച്ചിങ്ങനെ കിടന്നു. പുറമിച്ച് കിടക്കാൻ പറ്റത്തില്ല, അങ്ങനെ കിടന്ന്. ആ സമയത്ത് ചർച്ചകോടുള്ള സഹോദരിമാരൊക്കെ വരികയും എണ്ണ തേക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അപ്പൊ ആ സമയത്ത് തന്നെ പുള്ളിക്കാരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഷെൽഫിനകത്ത് ഒരു പുതിയ നിയമം ഇരിപ്പുണ്ടായിരുന്നു, ഒരു റെഡ് കളറിലെ. പുള്ളി ഇതിങ്ങനെ കൈയെടുത്തിട്ട് അപ്പൊ ഈ പുസ്തകം ഇത് അവിടെ വന്നത് ഒരു പ്രത്യേക കഥയാണ്. ഞങ്ങൾ നാട്ടിൽ ഒരു പ്രാവശ്യം പോയിട്ട് വന്നപ്പം എൻ്റെ മിസ്സിസിന്റെ ഒരു കൂട്ടുകാരത്തി ഇത് കൊടുത്തതാ, പറഞ്ഞ ശാന്തമ്മ ഇതും കൂടെ വെച്ചോ, ഇത് എൻ്റെ ഗിഫ്റ്റാണ്. പുള്ളി പറഞ്ഞു, എനിക്കെന്തിനാ ഇതൊക്കെ, ഞങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ നല്ല നല്ല ഭയങ്കര എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഭയങ്കര പുസ്തക വായനക്കാർ രണ്ടുപേരും.
എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ കൊണ്ട് അയാളിവിടെ വെച്ചു. ഏതായാലും അന്ന് പുള്ളിക്കാരത്തി ആ പുസ്തകം എടുത്തു, വായന തുടങ്ങി. 15 ദിവസം കൊണ്ട് 4 സുവിശേഷം വായിച്ചു തീർത്ത്. 4-ാമത്തെ ഭാഗത്ത് അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി എഴുന്നേറ്റിട്ട് പറഞ്ഞ്, ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പം പുള്ളിക്കാരത്തി മക്കളെ നേരത്തെ തന്നെ പോകാൻ തുടങ്ങി. 2 മക്കളുള്ള അവർ 2 പേരും നേരത്തെ സൺഡേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിരുന്നു. അപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു, പിന്നെ ബ്രദറെ ഇത് കളക്ടർ അടുത്ത് പോയിട്ട് പെർമിഷൻ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഈ കളക്ടർ പറയുക പെർമിഷൻ തരത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് സ്വർഗത്തിൽ പോകണ്ടെന്ന് ചോദിച്ചു. പാസ്റ്റർ ഒന്നും വേണ്ടിയില്ല. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത ഞായറാഴ്ച അവിടെ പോയി ചർച്ചിൽ പോയിരുന്നു. പുള്ളിക്കാരത്തി ഒരു പാട്ടൊക്കെ പാടി, എല്ലാവരും സാക്ഷ്യം പറയുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ പാടി അങ്ങ് എഴുന്നേറ്റ് ഞാൻ എൻ്റെ ക്രിസ്തുവിന് ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുമൊക്കെ പാടി പുള്ളിക്കാരത്തി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഒത്തിരി നേരം കരഞ്ഞു. അപ്പൊ ചർച്ചക്കാരെല്ലാം നിശബ്ദരായിട്ടിരുന്നു. കരച്ചിലെല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ അത് കഴിഞ്ഞ് പാസ്റ്റർ അന്ന് ഡിക്ലെയർ ചെയ്തു, നെക്സ്റ്റ് സൺഡേയില് ഞങ്ങൾക്ക് സ്നാനമാണെന്ന്. അങ്ങനെ അതിന്റെ അടുത്ത സൺഡേയില് CV മത്തായി പാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഈ പാസ്റ്റർ ഇപ്പൊ അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ ബെന്നി ജോൺ ആണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ഇപ്പോഴത്തെ ഓവർസിയർ ആണ് ബെന്നി ജോൺ. അത് പുള്ളിക്കാരന് 10-26 വയസ്സുള്ളൂ. ആ പുള്ളി ഇന്നിപ്പോ ഓവർസിയറാണ്. അപ്പൊ ആ പുള്ളിക്കാരന്റെ സമയത്താണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. സ്നാനം തന്ന് ഞങ്ങൾക്ക് സീനിയർ പാസ്റ്റർ CV മത്തായി എന്ന് പറഞ്ഞ അവരൊക്കെയാണ് ഈ ചർച്ച് ഓഫ് ഗോഡിനെ ഇവിടെ സ്ഥാപിച്ചത്. ആ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് സ്നാനം തന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ദുർഗിലെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ഹിന്ദു കുടുംബം ഞങ്ങളാണ് അവിടെ വരുന്നത്. അതിനകത്ത് രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ സ്നാനപ്പെട്ട് അവിടുത്തെ ഒരു വിശ്വാസികളായിട്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡ്, ഞങ്ങൾ അതിനെ ട്രെയിനിങ് എന്നേ പറയത്തുള്ളൂ, ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ് അവിടെ. ആ സ്നാനപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഒരു മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളൊരു ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നത് ഇതുപോലെ ഇനി അനേകം ഹിന്ദുക്കൾ രക്ഷിക്കപ്പെടണം. അപ്പൊ കെട്ടുകൾ ഇങ്ങനെ ചർച്ചിന്റെ ഓഫീസിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ആ ട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് വന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ദിവസവും 4 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വർക്കെല്ലാം തീർത്ത്, മറ്റുള്ള പണിക്കാർ പണിയും, ഞാൻ എല്ലാം തീർത്തിട്ട് വന്ന് ഞങ്ങൾ 4 മണിയാകുമ്പോൾ സൈക്കിൾ എടുക്കും, പുള്ളിക്കാട്ടി പുറകേക്കും, ഞങ്ങൾ ട്രാക്ട് കൊണ്ട് പോകും. ഇങ്ങനെ മൊത്തം എല്ലാവർക്കും അന്ന് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്ന് പറ്റത്തില്ല. അന്നൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങൾ അതിങ്ങനെ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കും, രോഗികളെ സൗഖ്യമായി. ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ ഒരിടത്ത് ഇങ്ങനെ ഒരു സൈക്കിൾ കടയിൽ പോയി സംസാരിച്ചപ്പോൾ സൈക്കിൾ കടക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം ഇത്ര വലിയ ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാളിൽ പിന്നെ ഈ പക്ഷപാതം ലക്കുവ പാരലൈസ് അടിച്ച് കിടപ്പുണ്ട്, അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ആ എഴുന്നേൽപ്പിക്കും. ഞങ്ങൾ ആ ധൈര്യമാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആ ശക്തിയിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാ ശരി, നാളെ ഞാൻ നിങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് രാത്രിയിലെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ നടന്നു പോവുക. അപ്പം വഴിക്കൊരു ചെറിയൊരു ഓട, അതിനകത്ത് വെള്ളമുണ്ട്. ഞാൻ അപ്പുറത്ത് ചാടി കടന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരത്തിയെ ഞാൻ കൈപിടിച്ച് അപ്പുറത്തോട്ട് ചാടിച്ച് ഞങ്ങളൊരു വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ചെല്ലുമ്പം വീട്ടിനകത്ത് ഒരു പൂജാമുറി ഉണ്ട്. ആ പൂജാമുറിയിൽ ഇങ്ങനെ പുക ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. അപ്പൊ എന്നോട് പറയുന്നതാണ് ഈ പൂജാമുറിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെക്കാൻ പറയാൻ. എന്നോട് പറയും, എന്നോട് പറയുന്നതാണ് പൂജാമുറിയിലെ സാധനങ്ങളൊക്കെ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതേ സെയിം പിറ്റേ ദിവസം മറ്റേ എന്നെ കൊണ്ടുപോകാൻ ആൾ വന്നപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ എന്നോട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു ഓട, ആ ഓടയ്ക്കകത്ത് വെള്ളം പോകുന്നു. ഞാൻ അപ്പുറം ചാടിക്കടന്ന് എൻ്റെ ഭാര്യയെ ഞാൻ കൈ കൊടുത്ത് വലിച്ചു കയറ്റി അപ്പുറത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ പൂജാമുറി. അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടപ്പുണ്ട്, എഴുന്നേക്കാൻ വയ്യ, നടക്കത്തില്ല. അപ്പൊ ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കേട്ടോ, പക്ഷേ ഈ പൂജാമുറിയിലുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെക്കണമെന്ന് പറഞ്ഞു. ഹിന്ദുക്കളാണേ. ഏതായാലും അവരൊന്നും പറഞ്ഞില്ല. അവർ വന്ന് അതെടുത്ത് അതുപോലെ ആ ദൈവങ്ങളെ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചു. ഞാനും ഭാര്യയും കൂടെ വന്നിരുന്നിട്ട് പുള്ളിക്കാരത്തിയോട് വേണ്ടി അവരോടൊന്ന് സംസാരിച്ചു. യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നടക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഉണ്ട്, എനിക്ക് നടക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പറഞ്ഞു ശരി എഴുന്നേക്ക്, യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു എക്സ്പീരിയൻസും ഇല്ല ഞങ്ങൾക്ക്. എഴുന്നേക്കാൻ പറഞ്ഞു അവരുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നടക്കാൻ പറഞ്ഞു. അവർ നടന്നു. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തിയിട്ട് അവസാനം അപ്പൊ ഇവര് ഒരു 2 മാസമായി കിടപ്പ. അപ്പൊ മരുമോളും ഒക്കെ നോക്കി നിൽപ്പുണ്ട്. എല്ലാരും നോക്കി നിൽക്കുക. ഇത് കാണുന്നതിൽ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുക.
അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ശരി, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഒരു ചർച്ച ഉണ്ട്, ആ ചർച്ച വന്നു അടുത്ത ആഴ്ചയിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞാല് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നും വന്നില്ല കേട്ടോ, അതൊന്നും വന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങളെ ഇറക്കുന്ന ശുശ്രൂഷയായിരുന്നു. വലിയ വലിയ ഭൂതം പിടിച്ച 18 വർഷമായിട്ട് അപ്പം 18 വർഷമായിട്ട് ഒരു വീട്ടിൽ ഒരു മുറി കയറി അടച്ചൊരുത്തൻ ഇരിക്കാൻ തുറക്കത്തില്ല. അമ്മ എന്തെങ്കിലും ആഹാരം കൊണ്ടിയാലും കഥ തുറക്കും, അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആ പാത്രം. അമ്മ ടീച്ചറാണ്, അമ്മ രാവിലെ സ്കൂളിൽ പോകുന്നതിനും അപ്പനില്ല, അങ്ങോട്ട് കൊണ്ട് വെക്കും, അവൻ അത് എടുക്കും, കഥ അടയ്ക്കും, അയാൾക്ക് ഇതാക്കും. ഒരു ദിവസം അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരുത്തനെ മുറി അടച്ചപ്പോഴേക്കും അവന് സുഖമില്ല, അവനോട് ഇത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ കൂടെ പോയി ചെന്ന് ആ കഥന് മുട്ടി, തുറക്കത്തില്ല. ഒരു വിധത്തിൽ അവനെ കൊണ്ട് കഥ ഉറപ്പിച്ചപ്പം മുടിയെല്ലാം വളർന്ന്, ദീക്ഷയൊക്കെ വളർന്ന്, 30 വയസ്സേ ഉള്ളൂ, ഇതെല്ലാം വളർന്നൊരു പ്രാകൃതനായ ഒരു മനുഷ്യൻ, ഒരു ചെറുക്കൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പിന്നെ അവനൊന്നും മിണ്ടത്തില്ല. അപ്പൊ അവന്റെ അമ്മ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞങ്ങളൊരു 7 ദിവസത്തെ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ ഞങ്ങളുടെ പരിപാടി ഇതാ, പിന്നെ ഉപവാസം എടുക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ പറഞ്ഞ് 7 ദിവസം കൊണ്ട് പിന്നെ അവൻ വിടുതലായി, അവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവന്റെ വീട്ടിൽ നോക്കിയപ്പോ ആ മുറിക്കകത്ത് നിറച്ച് പിന്നെ എന്തൊക്കെയാണ് പഴയ അവന്റെ ഈ അമ്മ കൊടുക്കുന്ന പാത്രങ്ങളൊന്നും പിന്നെ തിരിച്ചിങ്ങോട്ട് വരത്തില്ല, അതെല്ലാം ഇങ്ങനെ കുന്നുകൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക. അമ്മ ഓരോ ദിവസം ഓരോ പാത്രം കൊടുക്കുക. ആ വീടിനകത്ത് നിറച്ച് കച്ചടകൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന പിന്നെ കിടക്കുക. അതിനകത്ത് പഴയ നോട്ട് കെട്ടുകൾ, ഇതൊക്കെയാണ്. അതെല്ലാം ഞങ്ങൾ വെളിയിലെടുത്ത് വെച്ച് വീടെല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി അവന്റെ മുടി ആളുകളെ ഒരു പിന്നെ ബാർബറെ വിളിച്ചുകൊണ്ട് വന്ന് അവന്റെ മുടിയെല്ലാം വെട്ടിച്ച് താടിയെല്ലാം പഠിച്ച് അവൻ നല്ല സുന്ദരനായി അവന്റെ സുഖമായി അവന് സാക്ഷ്യം പറഞ്ഞു. പിന്നെ അവൻ ഞങ്ങളെ പിന്നെ അവന്റെ അവർക്ക് ഒരു ചർച്ച ഉണ്ട്, അത് ക്രിസ്ത്യാനികളായിരുന്നു. മെനോനൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ അവൻ പോവുകയും അവിടെ എല്ലാവർക്കും ഭയങ്കര അതിശയമായി. അങ്ങനെ ചുരുക്കം പറഞ്ഞാല് ഞങ്ങളുടെ പേരങ്ങ് ഫേമസ് ആയി. ഭൂതങ്ങളെ ഇറക്കുന്ന ആളെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഭൂതങ്ങൾ പിന്നെ ഞങ്ങള് ഇവിടെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, നീ ഇതെല്ലാം ഉപേക്ഷിക്കണം, നീ പണികളെല്ലാം ഉപേക്ഷിക്കണം, പണികൾ ഉപേക്ഷിച്ചിട്ട് പിന്നെ ദൈവവേലയിൽ ടോട്ടൽ എല്ലാ സമയം മൊത്തം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാ? എനിക്ക് 2 മക്കളുണ്ട്, 2 മക്കൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവരാ. അവരെ അങ്ങ് തീർത്തും അവർക്ക് പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന, വാടക കൊടുക്കണം. അപ്പൊ ഈ സമയത്ത് കൂട്ടുകാരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ ഈ വേലയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പഴയ കൂട്ടുകാരെല്ലാം വിട്ടു. കാരണം എന്റെ സ്വഭാവം കംപ്ലീറ്റ് മാറിയല്ലേ. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കള്ളുകൂടി, കഞ്ചാവടി ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടപ്പോൾ കൂട്ടുകാരും വിട്ടു. ഇപ്പൊ നമുക്ക് ആരിലും ഒരു സഹായമില്ലെന്നായി. അപ്പം പിന്നെ ഈ വർക്ക്ഷോപ്പ് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ, ഞാൻ നിർത്തി ജീവിക്കുന്ന എങ്ങനെ, ഏതായാലും കൊള്ളാം. വർക്ക്ഷോപ്പിനുണ്ടായിരുന്ന എൻ്റെ മെയിൻ 2 മെക്കാനിക്കൽ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഗവൺമെന്റില് ഒരു ജോലി കിട്ടി ഡ്രൈവറായിട്ട്, അവനങ്ങ് പോയി. വേറെ അടുത്ത വിദേശത്ത് പണി കിട്ടും, അവനും പോയി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവർ 2 പേരും പോയി കഴിഞ്ഞപ്പോൾ എന്റെ കൈ ഒടിഞ്ഞതുപോലെ ആയി. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ശരി എന്നാ വർക്ക്ഷോപ്പ് വേണ്ട, ഞാൻ വർക്ക്ഷോപ്പ് എല്ലാം അവിടെ നിന്ന് എല്ലാം പൊതി കെട്ടി മെറ്റീരിയൽ എല്ലാം കൊണ്ടുവന്ന് പിന്നെ ഇവിടെ കൊണ്ടുവച്ചു, വീട്ടിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പം കാർപ്പൻട്രി പണി, പിന്നെ എനിക്ക് പണികൾ കിട്ടാതായി. എനിക്ക് പണികളെ കിട്ടുന്നില്ല എന്നുള്ള കണ്ടീഷനായി. എനിക്ക് പണിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ടോട്ടലി പണിയില്ലാതെ ഏറ്റവും നല്ല ഒരു പണികാരനായിട്ടിരുന്ന ആരും എനിക്ക് വേണ്ടെങ്കിൽ മാത്രം, ഞാൻ എടുക്കുന്നില്ലെങ്കിൽ വേറെ ആൾക്ക് പണി കൊടുത്തുള്ളൂ, അങ്ങനെ ഒരു കണ്ടീഷൻ ഇരുന്ന് ഞാൻ പണിയില്ലാത്തവനായി തീർന്നു. ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ നാട്ടിൽ പോയിട്ട്, അപ്പൊ എൻ്റെ അപ്പാപ്പന്റെ മോനൊക്കെ അവരൊക്കെ നല്ല പണിക്കാരാണ്. അപ്പൊ നാട്ടിൽ നല്ല ലേബർ പേയ്മെന്റും ഉണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ നാട്ടിൽ പോയി പണി ചെയ്യാൻ, നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുക, ഞാൻ പൈസ അയച്ചുതരാം, നമുക്ക് അങ്ങനെ ജീവിക്കാം. അപ്പൊ പുള്ളിക്കാരത്തി ഒന്നും പറഞ്ഞില്ല, കാരണം എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. അങ്ങനെ പിന്നെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾ നിർത്തിവെച്ച് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞ് അപ്പൊ എൻ്റെ സഹോദരനെ പിന്നെ മോഹനൻ എന്നാ പേര്, ആ മോഹനനോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എന്തെങ്കിലും പണി തരണം, നിന്റെ കൂടെ ഞാൻ പണിക്ക് വരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു വാ. പുള്ളിക്കാരൻ വരെ ഞാൻ ഭയങ്കര എക്സ്പെർട്ട് പണിക്കാരനാണെന്നറിയാം. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം പോയി കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമം. രാത്രിയില് എന്നെ ഒരാൾ വന്ന് എൻ്റെ പുറത്തൂടെ അടിയിൽ കൂടെ കൈ ഇട്ടിട്ട് എഴുന്നേപ്പിച്ചിരുത്തുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. അപ്പൊ എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, യോനയുടെ അനുഭവം അറിയാവോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഒന്ന് ഞെട്ടി. യോനയുടെ അനുഭവം? പിന്നൊന്നും പറഞ്ഞില്ല.
അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, അതുപോലെ നിനക്കും ആവും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, യോനയോട് തർശീശിൽ പോകാൻ പറഞ്ഞു, ഞാൻ നിലവേക്ക് ഓടി. അത് കാരണം ആ കപ്പലുകാർക്കും ക്ഷേതം ഉണ്ടായി, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. അവസാനം യോന എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പം എന്നോട് ദൈവം ദൈവത്തിന്റെ വേല ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന്റെ വേല വിട്ടുപോയി എന്നുള്ളതാണ് ദൈവം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഞാൻ തിരിച്ചു പോയി. എനിക്ക് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഒരു സുഖമില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് തൃപ്തിയില്ല. ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയി, ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി പോയതാണ്, ഒക്കെ ശരിയാണ്. എന്നാലും മാനസികമായിട്ടൊന്നും എനിക്ക് സന്തോഷമില്ലായിരുന്നു. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തില്ല, ഞാൻ തിരിച്ചു പോകുന്നു. അപ്പൊ എനിക്കൊരു സന്തോഷമായി. പിറ്റേ ദിവസം, അപ്പം അന്ന് ഫോണില്ലല്ലോ, അന്ന് STD വിളിക്കണമായിരുന്നു. അപ്പൊ ഞാനൊരു കടയിൽ പോയിട്ട്, അപ്പൊ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലെ ഉടമസ്ഥക്കാർക്ക് ലാൻഡ് ഫോൺ ഉണ്ട്. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പൊ ലാൻഡ് ഫോണിലേക്ക് ഫോൺ വിളിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തിരിച്ചു വരാൻ പോവാന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഭാര്യ വന്ന് ഫോൺ എടുത്തപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു പോരുവാന്ന് പറഞ്ഞു. അതെ, എന്നോട് പറയാം, ഞാൻ പറഞ്ഞതിന് മുമ്പ് എന്നോട് പറയാം, എൻ്റെ ഇവിടെ ഒരു പാസ്റ്റർ വന്നായിരുന്നു കേട്ടോ, ഒരു ജോസ് പാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, ശശിഭരത് എന്തെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ, അതെ, പുള്ളി നാട്ടിൽ പോയിരിക്കുക പണി ചെയ്യാനായിട്ട്. ആഹാ, യോനയ്ക്ക് സംഭവിച്ചപ്പോൾ തന്നെ സംഭവിക്കണമെന്ന് ഇതേ വാക്ക് പുള്ളിക്കാരൻ അവിടെ ഒന്ന് ഭാര്യയോട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞു, അയ്യോ, ഇന്നലെ രാത്രി എന്നോടും ദൈവം ഇത് തന്നെയാ പറഞ്ഞു, യോനയ്ക്ക് സംഭവിച്ച പോലെ സംഭവിക്കുമെന്ന്. അപ്പം ഒന്നുകൂടെ ഉറപ്പായി. അപ്പൊ ഇത് വാസ്തവത്തിൽ ദൈവത്തിന്റെ തന്നെ പദ്ധതിയാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു പോന്നു. ഇവിടെ വന്നു. എന്തോ ചെയ്യണമെന്നൊരു പിടിയില്ല, പണിയില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പണിയാൻ പോയി. ആരുമില്ല, പണിക്കാരില്ല, ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ. അപ്പൊ ഞാനൊരു വീട്ടില് ഒരു ഷോറൂം ഇതൊരു ഷോക്കേസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഗ്ലാസ് ചുമ്മാ ഫിറ്റ് ചെയ്തിട്ട് ആ ഗ്ലാസ് പൊട്ടിയിട്ട് എൻ്റെ കയ്യിലോട്ട് വന്ന് വീണിട്ട് എൻ്റെ 4 വിരലും ഒന്ന് മുറിഞ്ഞു. പിന്നെ എനിക്ക് പണിയും ചെയ്യാൻ പറ്റും. 4 വിരലും മുറിഞ്ഞ വീട്ടുകാർ വന്ന് എല്ലാം ബാൻഡേജ് എല്ലാം ചെയ്ത് കെട്ടി വെച്ച് ഞാൻ ഈ ബാൻഡേജും കൊണ്ട് വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഭാര്യ ചോദിച്ചു, എന്നാ കിട്ടി? ഞാൻ പറഞ്ഞു, തേണ്ടേ, ഇനി ആരും ഒന്നും കഴിക്കണ്ട, പട്ടിണി കിടന്ന് ചാകാമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ, ദൈവം പറഞ്ഞിട്ടല്ല. അപ്പം പുള്ളിക്കാരത്തി എന്നേക്കാളും ഭയങ്കര വിശ്വാസിയായി. ദൈവം പറഞ്ഞതല്ലേ പോകരുതെന്ന് എന്ന് പറഞ്ഞു. ദൈവം എന്തെങ്കിലും മാർഗം കാണിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ദൈവം മാർഗം കാണിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു റെയിൽവേ ഒരു പാഴ്സൽ വരുന്നതിന്റെ ഒരു റെസിപ്റ്റ് വന്നു. അപ്പൊ ഞാൻ ആ റെസിപ്റ്റ് നോക്കിയപ്പോൾ അവിടെ ഒരു പാഴ്സൽ വന്നിരിക്കുന്നു പറഞ്ഞു, ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ ചെന്ന് അതെടുത്തുകൊണ്ട് വന്നു. തുറന്നപ്പോ എന്താ, ട്രാക്റ്റാ, മൊത്തം ട്രാക്സുകള്. പിന്നെ പരമേശ്വർ കോ കൈസെ ജാനെ എന്ന് പറഞ്ഞ് ഹിന്ദിയിലുള്ള ട്രാക്സുകളാണ് മുഴുവൻ. പ്രേംലാൽ കാ ദിൽ, പരമേശ്വർ കോ കൈസെ ജാനെ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ, ചെറിയ ചെറിയ ബുക്ക്ലെറ്റ്സ്. ഞാൻ വിചാരിച്ചു ഇത് വിറ്റ് ജീവിക്കാന്നുള്ളതായിരിക്കും ഒരുപക്ഷെ. കാരണം ഞാൻ PG വർഗീസിന്റെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരനും ഇതുപോലെ തന്നെ പണ്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിയപ്പം പട്ടിണിയായപ്പോൾ ഈ ട്രാക്റ്റ് ഒക്കെ വിറ്റിട്ട് 15 രൂപ 20 രൂപ കിട്ടി കഞ്ഞി മേടിച്ച കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്കാരന് അനുഭവത്തിൽ നിന്ന്. ഇന്നിപ്പം പുള്ളിക്കാരൻ എന്തെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ അത് കേട്ടോ, ഞാൻ ഒരുപക്ഷെ അതുപോലെ ആയിരിക്കും ഞാൻ ജീവിക്കണമെന്നായിരിക്കും ദൈവത്തിന്റെ ഉദ്ദേശം. ശരി, ഞാൻ പിറ്റേ ദിവസം അപ്പൊ കുറച്ച് പുതിയ നിയമം ബൈബിളും ഉണ്ട്. അപ്പൊ ഞാൻ ഇതും എടുത്തുകൊണ്ട് പിറ്റേ ദിവസം പോലെ അങ്ങ് ഇറങ്ങി. ഈ ബുക്കിലെട്ട്, വെറും ട്രാക്റ്റ് അല്ല, ബുക്കിലെട്ടാ. അപ്പം 50 പൈസ, 1 രൂപ. ഈ പുതിയ നിയമം അത് നോട്ട് ഫോർ സെയിലാ. പക്ഷെ ഞാനത് 10 രൂപയ്ക്കും 15 രൂപയൊക്കെ വിൽക്കാൻ തുടങ്ങി റിക്ഷക്കാർക്കും. അന്ന് എല്ലാവരും വാങ്ങിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരു കടയിൽ കൊണ്ട് കൊടുത്താൽ അവരും മേടിക്കും, ആരും വേണ്ടെന്ന് പറയുന്നില്ലേ. പക്ഷെ ഇന്ന് അങ്ങനല്ല. അപ്പൊ അതിങ്ങനെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്ക് ഒരു 65 രൂപ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു 65 രൂപ മതി തൽക്കാലം ജീവിക്കാൻ. അങ്ങനെ ഓരോ ദിവസവും കൂടി വന്നു. പിന്നെ അത് കുറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ നിരാശ, എങ്ങനെ ജീവിക്കും എന്നുള്ള. ഒരു ദിവസം ഞാനിങ്ങനെ വളരെ നിരാശപ്പെട്ട്, അപ്പം ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നിടത്തെല്ലാം പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ അങ്ങനെ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പൈസ മേടിക്കുന്ന പരിപാടിയോ ഒന്നുമില്ല. അല്ലെങ്കിൽ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് പൈസ മേടിക്കുക. ഇപ്പൊ ഒരു ദുഷ്ടാത്മാവിനെ ഇറക്കാൻ പോയാൽ ഞങ്ങൾ അതിനോടൊന്നും പൈസ മേടിക്കത്തൊന്നുമില്ല. പ്രാർത്ഥനയുണ്ട്, സുവിശേഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചർച്ചുകാരും ഞങ്ങളുമായിട്ട് ടെൻഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതും ഇതൊന്നും ചർച്ചുകാർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവരൊരു പുതിയ വിശ്വാസികള് ഇങ്ങനെ പോയി പ്രാർത്ഥിച്ച് ഇവര് വീണു പോകും എന്നൊക്കെ ചർച്ചിൽ ഒരു ബന്ധമുണ്ട്. അപ്പം ഒരു ദിവസം ദൈവം തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ പറിച്ചു നടാൻ പോവാന്ന് പറഞ്ഞു. ഞാനോട് എന്ത്, ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഹൃദയത്തിൽ നിന്നാണ് സംശയം. അല്ലാതെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ ചെവി കൂടെ കേൾക്കുകയല്ല, ഹൃദയത്തിൽ ഞാൻ കേൾക്കുകയാണ്.
നിങ്ങളെ പറിച്ചു നടാൻ പോകുക പറഞ്ഞു. അപ്പം ഞാൻ രാത്രി എഴുന്നേറ്റ് നീ പറിച്ചു നടാൻ പോകുന്നത്, പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൊത്തത്തിൽ പറിച്ച് വെട്ടുകയല്ല, പറിച്ചിങ്ങനെ നടുക, അത് വേരോടെ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടെ ഈ ദുർഗിലെ വലിയൊരു ഡാമുണ്ട്. ആ ഡാമിന്റെ സൈഡിൽ മുഴുവൻ ആളുകൾ വന്ന് കയ്യേറി താമസിക്കുന്ന സ്ഥലമാണ്. ഈ ബീഹാറികള്, ഒറീസക്കാര്, ഇങ്ങനെ ചേരി പ്രദേശം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രാക്ടറും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ 5-6 ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മരത്തിന്റെ ചോട്ടിൽ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി ഇതാണ്, എവിടെ ചെന്നാലും പറയും, ആളുകളെ കൂട്ടി കണ്ടാൽ പറയും ഞങ്ങളൊരു പാട്ട് പാടട്ടെ ചോദിക്കും. പാടാൻ പറയും. അവര് പറയാം പാടാൻ. അപ്പൊ ഞങ്ങള് ഒരു യേശുവിനെ കുറിച്ചുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ സുവിശേഷം പറഞ്ഞു. ഇതെല്ലാം ഇവരോടിരുന്ന് കേട്ടു. അപ്പം മൂർത്തി പൂജ തെറ്റാണെന്ന്, ബിംബാരാധന തെറ്റാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞങ്ങളപ്പം കട്ട് ആൻഡ് ഷോർട്ടിലാണ് സംസാരിക്കുന്നത്. ദൈവം ആരാണെന്നും പിശാച് ആരാണെന്നും ഒക്കെ ഉള്ള കാര്യം നേരിടങ്ങ് പറയും. അപ്പൊ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നീങ്ങി പോകുന്ന ട്രാക്സ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ അതിനകത്ത് ഒരു ചെറുപ്പക്കാരനെ ഞങ്ങളുടെ വീട് തേടി പിടിച്ചു വന്നു. വീട്ടിൽ വന്നിരുന്ന് എന്നോട് ചോദിച്ചു, അവിടെ വന്നു എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പ്രസംഗിച്ച് പോയി കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര വിഷമം, എനിക്ക് ഭയങ്കര വെപ്രാളം. ഞാൻ രാത്രി തന്നെ എഴുന്നേറ്റ് ഞങ്ങളുടെ വീട്ടിലെ ഈ ബിംബങ്ങളും ഫോട്ടോയും എല്ലാം എടുത്ത് ചാക്കിനകത്ത് കെട്ടി കൊണ്ട് ആ ഡാമിൽ കൊണ്ട് തട്ടിയെന്ന് പറഞ്ഞു. അയ്യോ, ഞാനെന്തും പറഞ്ഞു, ഞാനെന്തിനാ അങ്ങനെ ചെയ്ത? അല്ല, എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്നെയാണ് ദൈവം എന്നുള്ള മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ടും ചർച്ച കൂടുകാർക്ക് ഒരു പേടിയായി, ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ടെൻഷനായി. അപ്പം ഈ ബിംബം എടുത്ത് കളഞ്ഞത് ആ ചെറുപ്പക്കാരൻ, ഇവനൊരു ഭയങ്കര ഗുണ്ടയും വെള്ളവടികാരനും തല്ലുപിടികാരനും അങ്ങനെ ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവക്കാരനായിരുന്നു. അപ്പൊ ഇവന്റെ മനസ്സ് മാറിയപ്പോഴത്തേക്കും ഇവന്റെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ ഈ മിറ്റം ഇത്രയും നീളത്തിൽ കിടക്കുവാണ്, അവിടെ നിങ്ങളൊരു ചെറിയൊരു വീടുണ്ടാക്കി, ഒരു കുടിലുണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾ പ്രാർത്ഥന തുടങ്ങാൻ പറയും. അപ്പൊ ഞങ്ങളപ്പോ ഇവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ ഒത്തിരി വരാൻ തുടങ്ങി. ഇഷ്ടം പോലെ ആളുകൾ, ആ ചെരിപ്രദേശത്ത് ആളുകൾ വരാൻ തുടങ്ങി. ആളുകൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ പറിച്ചു നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്വന്തമായിട്ടൊരു വർഷിപ്പ് സെന്റർ തുടങ്ങുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് പറഞ്ഞ ആ സ്ഥലം ഞങ്ങൾ എടുത്തിട്ട് ജനങ്ങളോട് പൈസയൊക്കെ മേടിച്ച് ഒരു 10-20,000 രൂപ കൊണ്ട് ചെറിയൊരു കുടില് പോലെ ഉണ്ടാക്കി, ഒരു 10-30 പേർക്ക് ഇരിക്കത്തക്കുള്ള ഒരു കുടിൽ പോലെ ഉണ്ടാക്കി അതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അപ്പൊ ഞാൻ ചർച്ച കൂടി ചെന്ന് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ. അപ്പൊ ആ പാസ്റ്റർ പോയി, ബെന്നി ജോൺ പോയി, പാസ്റ്റർ വേറൊരു പാസ്റ്റർ വന്നു. അപ്പൊ ആ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ചർച്ച വിടുകയാണ്, എന്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്ത് ഞാൻ വേറൊരു സ്വന്തമായിട്ട് ധാരാളം തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ. അത് ബ്രദറെ ഒരു കാര്യം ചെയ്യും, ഞാനുള്ളിടത്തോളം കാലം ബ്രദർ പോകരുത്, അത് കഴിഞ്ഞിട്ട് അപ്പം പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോ പറ്റത്തില്ല, പക്ഷെ പാസ്റ്റർ പോകുന്നവരെ ഇരുന്നിട്ട് പിന്നെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ സ്വന്തമായിട്ട് ഒരു ആരാധന തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ അവിടെ ആരാധന തുടങ്ങി. അവിടെ ആരാധന തുടങ്ങി. അവിടെ ഇഷ്ടംപോലെ ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒറീസയിലെ, മഹാരാഷ്ട്രയിലെ, മധ്യപ്രദേശിലെ ഒക്കെ ഞങ്ങളെ വിളിക്കും. ഇവിടെ എല്ലാം പോയി ഞങ്ങള് പ്രാർത്ഥന നടത്തി. ഇതിപ്പം അങ്ങനെ നടത്തി ഇപ്പം ഒറീസയിലെ ഒരിടത്തൊരു പ്രവർത്തനം തുടങ്ങി. അവിടെ ഇപ്പോൾ ഒരു നല്ലൊരു ചർച്ച ഉണ്ട്, 400 പേർക്ക് ഇരിക്കുന്ന ചർച്ച. എന്റെ അതീതമല്ല, ഞങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങിയ ഒരാളെ ഒരു പയ്യനെ ഞങ്ങളെ അവിടെ ആക്കി വെച്ചതാ. അവന്റെ പ്രവർത്തനം മൂലം അവിടെ ഒരു ചർച്ച ഉണ്ട്. അതുപോലെ ഞങ്ങളിപ്പോ എനിക്ക് ഇവിടെ സ്വന്തം ഉണ്ടായിരുന്ന ചർച്ച്, അത് പിന്നെ ഞാൻ ഈ രക്ഷിക്കപ്പെട്ടു വന്നെന്ന് പറഞ്ഞ അവന്റെ പേര് അമിത് എന്നാണ്, പാസ്റ്റർ അമിത് കുമാർ. ഇപ്പൊ അവനെ പാസ്റ്ററായി. അവനെ വേറൊരു സംഘടനയോടുകൂടി ചേർത്ത് ഞങ്ങൾ ഇവരെ ആരും പിടിച്ചു വെക്കത്തില്ല, കാരണം ഞങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മിഷൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്ഥയോടുകൂടി ഇവരെ ചേർത്തിട്ട് ആ ചർച്ചും ഇതെല്ലാം ഇവർക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സത്തുകൾ സ്ഥാപിച്ചു പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്റെ മക്കള് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവര് ദൈവവേലയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു. എന്റെ മോള് 12 പഠിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് MBBS പോകണമെന്ന് പറഞ്ഞു. അപ്പൊ MBBS പോകണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്ക് MBBS വേണ്ട സാമ്പത്തികം ഒന്നുമില്ല, പിന്നെ അങ്ങനെയുള്ള ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടെങ്കിലും ഓക്കെ, എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അവളോട് സംസാരിച്ച് അവളോട് ഇടപെട്ടത്, നീ ബൈബിൾ കോളേജിൽ പോകാനാണ്. അവള് MBBS പോകുന്നതിന് പകരം അവളെ കാണിച്ചത് ഒരു കോളേജും ആ കോളേജിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ബൈബിളാണെന്നും ഇതൊക്കെ പിറ്റേ ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ MBBS പോകണമെന്ന് പറഞ്ഞപ്പോ എന്നെ കാണിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു ബൈബിൾ. അപ്പം അമ്മ പറഞ്ഞ, മോളെ നിന്നെ ദൈവം പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു.
അപ്പോഴും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എങ്ങനെ ജീവിക്കുന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പൊ എന്നോട് ഒരു ദിവസം ദൈവം പറഞ്ഞ്, ഒരു ദിവസം ഇതുപോലെ തന്നെ എന്റെ പുറത്തൂടെ കൈയിട്ടിട്ട് എന്നെ ഇരുത്തിയിട്ടുണ്ട്, പറഞ്ഞു പുസ്തകം എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പുസ്തകം എഴുതാനോ? ഞാനെങ്ങനെ പുസ്തകം ഞാൻ പുസ്തകം എഴുതിയിട്ടില്ല, എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. ഈ ലോകത്തിന്റെ പ്രഭു ഇസ് സംസാർ കാ ഈശ്വർ, ഹിന്ദിയിലാണ്, ഇസ് സംസാർ കാ ഈശ്വർ എന്നുള്ള പുസ്തകം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഈ ലോകത്തിലെ പ്രഭു. അപ്പൊ ഞാനത് ആലോചിച്ചു, ഞാൻ എങ്ങനെ പുസ്തകം എഴുതും? ഞാൻ ഒരു ലേഖനം പോലും എഴുതിയിട്ടില്ല. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ബൈബിൾ പോലും ഞാൻ കംപ്ലീറ്റ് ശരിയായിട്ട് വായിച്ചിട്ടില്ല. ഒന്നുമില്ലാത്ത ഞാൻ എങ്ങനെ ബൈബിളിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നത്? പക്ഷേ എനിക്ക് ദൈവങ്ങൾ വിഷയം തന്നു. ദിവസവും എനിക്ക് വിഷയങ്ങൾ തരും. രാത്രി എന്നും ഒരു 3:30 ആകുമ്പം ഞാൻ എന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ അപ്പൊ എഴുന്നേറ്റിരിക്കുന്നതിന്റെ ഭാര്യ കാണുന്നുണ്ട് ഞാനിങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനുള്ളിൽ ഇരിക്കുന്നതും. അതുകൊണ്ട് ഞാനിങ്ങനെ വിഷയങ്ങൾ എഴുതും. പകല് മുഴുവൻ എനിക്ക് വിഷയങ്ങൾ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തരും. ഞാൻ അത് മുഴുവൻ രാത്രി ഇരുന്ന് ഇങ്ങനെ പകർത്തും. പിന്നെ റെഫറൻസ് ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പലരുടെയും പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ നിന്നൊക്കെ ഐഡിയ എടുത്ത് പ്രേരണ എടുത്ത് അങ്ങനെ പുസ്തകം എഴുതി. ഈസ് സംസാർ കാ ഈശ്വർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. 120 പേജുള്ള ഒരു പുസ്തകമായിരുന്നു. അപ്പൊ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ അത് പ്രിന്റ് ചെയ്യാനായിട്ട് കാശില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഒരു വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഒരു മലയാളി ഒരു പ്രിന്റ് പ്രസ്സുകാരൻ അവിടെ വന്നു. അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ട് പരിചയപ്പെട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതൊന്ന് പ്രിന്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തോ പുസ്തകത്തിന് എത്ര പേജുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ അത് പേജ് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇത്രയും വലിപ്പമുള്ള ഒരു പുസ്തകമാണ്, എന്നാ ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങേരെ അടുത്ത് കൊണ്ടുപോയി. മർത്തോമക്കാരനാണ്. അപ്പൊ അങ്ങേരെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേരനോട് പറഞ്ഞ് ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു 20,000 രൂപയാവുമെന്ന് പറഞ്ഞു ഇത് പ്രിന്റ് ചെയ്യാൻ. ഞാൻ 20,000 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എമൗണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്തു, 10,000 രൂപ തരാമെന്നുണ്ടെങ്കിൽ ഞാനിത് പുസ്തകം പ്രിന്റ് ചെയ്ത് തരാം, ബാക്കി നിങ്ങൾ പുസ്തകം വിറ്റിട്ട് കുറേശ്ശെ ഇങ്ങനെ തന്ന. അപ്പം പുള്ളിക്കാരൻ ദൈവമായുള്ളൊരു മനുഷ്യനായിരുന്നു. അത് ശരി. അങ്ങനെ ഞാൻ ഈ 10,000 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ പോയി പല ആളുകളോട് സംസാരിച്ച് അങ്ങനെ ആളുകളെല്ലാം കൂടി എനിക്കൊരു 10,000 രൂപ വന്നു. അങ്ങനെ ഈ 10,000 രൂപ കൊണ്ട് കൊടുത്ത് പുസ്തകം പുള്ളി പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്തെല്ലാം തന്നു കഴിഞ്ഞു പുള്ളിക്കാരനെ പെട്ടെന്ന് ഗൾഫിന് പോകാൻ ഓർഡർ വന്നു. പുള്ളി അങ്ങ് ഗൾഫിന് പോകുമ്പോൾ പോയി. ആ ബാക്കി 10,000 രൂപ കൊടുത്തിട്ടില്ല ഇതിനായിട്ട്. ഇത്രയും വർഷങ്ങളായി പുള്ളി എന്നോട് ചോദിച്ചിട്ടുമില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ അത് കഴിഞ്ഞ ആ പുസ്തകം, വാസ്തവത്തിൽ ആ പുസ്തകം ആണ് എന്നെ ഇവിടെ ഈ ജനങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയത്. ദൈവം അതിനൊരു മാർഗം കണ്ടുകഴിഞ്ഞാൽ ഞാനൊരു വേല പോലും ഒരു ചിൽഡ്രൻസ് മിനിസ്ട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൈസ ഒത്തിരി വേണം. പൈസ ഇല്ലാതെ ചിൽഡ്രൻസ്, കാരണം നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല, ഫണ്ടില്ല, ഒന്നുമില്ല. ഈ ഫണ്ട് എവിടെ നിന്ന് വരും? ഒരു ദിവസം ഈ ചിൽഡ്രൻസ് മിനിസ്ട്രിയെ കുറിച്ച് ദൈവം എന്റെ ഭാര്യയ്ക്കാണ് ആ ദർശനം കൊടുക്കുന്നത്. നോക്കും ദർശനം കൊടുത്തു, പറഞ്ഞ് നമ്മളിങ്ങനെ കുട്ടികളെ വളർത്തുന്ന കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടികളെ വളർത്തുന്നത് നമ്മൾക്ക് തന്നെ കുട്ടികളെ വളർത്താൻ പറ്റുക? അതിന് പൈസ വേണ്ടേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ മോള് ബൈബിൾ കോളേജിൽ പോയി. അവള് ഇങ്ങനെ എപ്പോഴെങ്കിലും ഇതുപോലെ MBBS പഠിക്കണമെന്ന് പറയുന്ന സമയത്ത് അവർക്ക് ദൈവം കൊടുത്ത ദർശനം, അതായത് പഠിക്കുന്ന സ്കൂളും എവിടാ പഠിക്കുന്ന വിഷയവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ അവളുടെ അമ്മ തന്നെ പറഞ്ഞു, മോളെ നിന്നെ MBBS-നൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നീ ബൈബിൾ കോളേജിൽ പോകണം, അതാ ദൈവത്തിന് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോള് ബൈബിൾ കോളേജിൽ പോയി. KP യോനാന്റെ ബൈബിൾ സെമിനാരിയിൽ പോയിട്ട് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അവിടെ നിന്ന് അപ്പം ഈ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ വേലയിലാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ സമയങ്ങളിൽ ഞാൻ പുസ്തകം വിൽക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ദിവസവും പുസ്തകം വിൽക്കാൻ പോകും. ക്രിസ്ത്യാനികൾ വീടുകൾ തോറും വിൽക്കും. അപ്പൊ ആ പൈസയിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതം നടക്കുന്നത്. അതുപോലെ ഞങ്ങൾ ഒറീസയിൽ സുവിശേഷ വേലയ്ക്ക് പോകും. ഇതിനൊക്കെ ആവശ്യം വരുന്ന എല്ലാ പൈസകളെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഇതിൽ നിന്നാണ് പൈസ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരാഴ്ചയിൽ ഒരു 10,000 2,000 രൂപയുടെ പുസ്തകം വിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയാണ്. അപ്പം മോള് പിന്നെ ബൈബിൾ കോളേജ് പഠിച്ചു പോയി വന്നു കഴിഞ്ഞിട്ട് മോള് തന്നെ പറഞ്ഞു, നമുക്ക് ഒരു ചിൽഡ്രൻ ഹോം തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിൽഡ്രൻ ഹോം ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒത്തിരി പൈസയുള്ള കാര്യങ്ങളാണ്, ഇത് നമ്മളെവിടെ നിന്ന് ഇത് നടത്തുക എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ദൈവം പറഞ്ഞത്, ദുർഗ് ബിലായില് ഞാൻ എൻ്റെ ആളുകൾ ഇഷ്ടംപോലെ ആക്കി വെച്ചിട്ടുണ്ട്, നീ അവരുടെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മുടെ പരിചയക്കാരോട് സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞു ശരി തുടങ്ങ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവം പിന്നെ പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഞങ്ങൾ 2005 ഒരു ചിൽഡ്രൻ ഹോമായിട്ട് ഞങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരു 10-16. അപ്പം ഞങ്ങൾ ഈ വില്ലേജുകളിൽ ചേരി പ്രദേശങ്ങളിൽ പോയി ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെ കൂട്ടി വെച്ച് ബൈബിള് പഠിപ്പിക്കും. അപ്പൊ കാരണം അവിടെ എല്ലാം ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതുപോലെ പിന്നെ ഈ എന്താ പറയുന്ന കഞ്ചാവും
വലിക്കുകയും കഞ്ചാവ് വിൽക്കുകയും ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഒരു സ്ഥലമായത്. അപ്പൊ അവിടുത്തെ കുട്ടികളെ നമുക്ക് പിന്നെ ഉപദേശിച്ച് നേരെയാകാൻ പറഞ്ഞ് ഞങ്ങൾ ഈ ഞായറാഴ്ച തോറും ഈ പിള്ളേർക്കുള്ള ബൈബിൾ സ്റ്റഡിയും കൊടുക്കും. അപ്പം നമ്മൾ അവരെ എന്തെങ്കിലുമൊക്കെ പിന്നെ അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഇവർ സ്കൂളിൽ പോകാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഞങ്ങൾ ഓർത്ത് നമ്മളിങ്ങനെ വെറുതെ ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പ്രയോജനമൊന്നുമില്ല. കാരണം അത് അവരുടെ തന്തയും തള്ളെ അവർ കൊണ്ട് വെള്ളം അടിച്ചു തീർക്കും. അല്ലാതെ അതിനേക്കാൾ നല്ലത് നമ്മൾ ഇവരെ നമുക്ക് ഒരുമിച്ച് കൂട്ടി വളർത്തോളം അപ്പനും അമ്മ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഇത് നശിച്ചു പോകുന്ന പിള്ളേരെ നമുക്ക് ഒരുമിച്ച് നമ്മൾ കൂട്ടി നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ച് വളർത്തി ഇവരെ പഠിപ്പിച്ച് ഇവർക്ക് സ്കൂളിങ്ങും കൊടുത്ത് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പിന്നെ ചേരി പ്രദേശത്ത് നിന്ന് ഒരു 10-16 പിള്ളേരെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങളെ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവരെ അവിടെ വെച്ച് അവർക്ക് ഡെയിലി ബൈബിൾ സ്റ്റഡി, അവർക്ക് അതുപോലെ തന്നെ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ ഒരു പെർമിഷൻ ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളായിട്ട് ഞങ്ങൾ അങ്ങ് തുടങ്ങി. അപ്പം മോളാണ് അതിന്റെ ടീച്ചർ, പിന്നെ വേറെ 1-2 ടീച്ചർമാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഇതിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് മീഡിയമായിട്ട് ഇവരെങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആളുകൾ പറഞ്ഞു ഇതിവരെ വിദേശത്തു നിന്ന് കാശ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മുടെ പിള്ളേരെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെളിയിൽ കാണിച്ചിട്ട് അവരോട് കാശ് കൊണ്ടുവന്ന് ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ് അതൊക്കെ ഇങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഒരു ദിവസം കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ പിള്ളേരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമുക്കെതിരൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവരവരുടെ പിള്ളേരെയും കൊണ്ടുപോയി. അപ്പൊ പിള്ളേർ പോയി 2-3 പിള്ളേരായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സുവിശേഷത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു രാം ടേക്കെ എന്നും പറഞ്ഞു രാം ടേക്കയും അദ്ദേഹത്തിന്റെ വൈഫും കൂടി അവരുടെ വില്ലേജിൽ നിന്ന് ഒരു 10-12 പിള്ളേരെ ഇങ്ങോട്ട് അയച്ചു. ചുരുക്കം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ 2005 തുടങ്ങി 2007 ഞങ്ങൾക്ക് ഒരു സ്ഥലം ദാനമായിട്ട് തന്നു. അതിനകത്ത് ഞങ്ങളൊരു വലിയൊരു ബിൽഡിങ് ഇവിടുത്തെ ജനങ്ങൾ തന്നിട്ട് ഒരു 3 നില കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 3 നില കെട്ടിടത്തിൽ ഒരു താഴത്തെ നിലയിൽ ഇപ്പൊ ഒരു 45 പിള്ളേർ താമസിക്കുന്നുണ്ട്. ഇടയ്ക്കത്തെ ബിൽഡിങ്ങിൽ ഞങ്ങൾ 8-ാം ക്ലാസ് വരെയുള്ള നഴ്സറി മുതൽ 8-ാം ക്ലാസ് വരെ ഉള്ള ഒരു സ്കൂൾ നടത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അതിന് മേളിൽ ഞങ്ങൾ താമസിക്കുന്നു. ഇപ്പോൾ എൻ്റെ മകനും മോളും 2 പേരും ബൈബിൾ കോളേജിൽ പോയി 2 പേരും ബൈബിൾ ട്രെയിനിങ് ചെയ്തിട്ട് വന്നിട്ട് അവരെല്ലാം കൂടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ മിഷൻ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പോരാട്ടമുണ്ട്. ഇവിടെ വലിയൊരു പ്രശ്നത്തിൽ കൂടിയൊക്കെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെയുള്ള ഈ മിഷൻ സ്കൂളുകളെയൊക്കെ നിർത്തുകയും പിന്നെ ഇങ്ങനെയുള്ള ഞങ്ങളൊരു വലിയൊരു പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തില് ഏതായാലും ദൈവത്തിന്റെ ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതായിരുന്നു. കാരണം ദൈവം ഞങ്ങളെ നേരത്തെ മുതലേ തെരഞ്ഞെടുത്ത് ഈ ഒരു വിഷന് വേണ്ടിയിട്ട് മാത്രം ദൈവം ഞങ്ങളെ അന്ന് മുതൽ എന്തായാലും ഞാൻ പിന്നെ ജനിക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നതനുസരിച്ച് ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ ദൈവം തിരഞ്ഞെടുക്കുകയും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വെക്കുകയും ചെയ്ത അങ്ങനെയുള്ള ആ ഒരു കൂട്ടത്തിൽ എന്നെയും ദൈവം കണ്ടിരുന്നു എന്നുള്ളതും അതിന്റെ ഒരു തെളിവാണ്. ഞാനിങ്ങനെ പുറകോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം അങ്ങനെ വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കുറഞ്ഞതൊരു 600 കുട്ടികളെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെ ഈ ദുർഗബിലായിലുള്ള ജനങ്ങളെ ഞങ്ങളെ ഒത്തിരിയായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു. ഇപ്പോഴും അവർ തന്നെ സഹായിക്കുന്നു. ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന കൂടി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നല്ല അവസരം തന്നതിനായി സ്തോത്രം. എൻ്റെ ജീവിതത്തില് എനിക്ക് ദൈവം എന്നോട് ചെയ്ത നന്മകള്, എന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തതിന്റെ ദൈവത്തിന്റെ രീതികൾ, ദൈവം ചെയ്ത പ്രവൃത്തികൾ എല്ലാത്തിനും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പറഞ്ഞ സാക്ഷ്യം അനേകർക്ക് ദൈവം ഉണ്ട് എന്നുള്ള ഒരു തെളിവ് ഉണ്ടാകണമെന്ന് അവർക്ക് വെളിവായി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവം ഓരോരുത്തരെയും ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ പ്രവൃത്തിയിലെ ഈ സാക്ഷ്യം ഇങ്ങനെ ലോക ജനങ്ങളെ അടുത്ത് എത്തിക്കാൻ ചെയ്യുന്ന നിന്റെ ഡാനിയൽ പാസ്റ്റർ, നിന്റെ മകനെ, അവരുടെ കുടുംബത്തെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു പ്രിയ ശശിയങ്കൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ഹൃദയസ്പർശിയായ സരസമായ ഭാഷയിൽ വളരെ മനോഹരമായി ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനും കർത്താവ് കൃപ ചെയ്തതിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഛത്തീസ്ഗഡിൽ അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ട
ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുപോലെ അനേകരെ ക്രിസ്തുവിലേക്ക് അനുനയിക്കുവാൻ, വഴി നടത്തുവാൻ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സംഭവബഹുലമായ ഒരു ജീവിത യാത്ര ആയിരുന്നു. ആ ജീവിതത്തിലെ ബാല്യകാലം മുന്നിട്ടുള്ളതായ ആ സാക്ഷ്യ ഭാഗങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് വളരെ രസകരവും അതുപോലെ അനുഭവ സമ്പന്നതകളും ഒരുപാട് പേർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ളതായ നല്ല ചിന്തകൾ, നല്ല അനുഭവങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഒരു കാർപ്പൻ്ററായിട്ടോ ഒരു വർക്ക്ഷോപ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു RPF റിട്ടയർഡ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ ഒരു ഇടയാകുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കർത്താവിൻ്റെ നല്ല ഭടനായി, കർത്താവിന് നല്ല സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ആ പദ്ധതികളെന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു അനുഭവമാണ്. ലോകപ്രകാരം നോക്കിയാൽ ദൈവമില്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിരീശ്വരവാദിയായി തീർന്നോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയായി തീർന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപവഴികളിൽ നശിച്ചു പോകുന്നതായ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നശിച്ചു പോകാമായിരുന്ന ഇടത്തു നിന്ന് ജീവൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം പേരെഴുതുവാൻ തക്കവണ്ണം ജാതിയോ മതമോ നിറമോ വർണ്ണമോ പാരമ്പര്യമോ ഒന്നും നോക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കർത്താവ് തിരഞ്ഞെടുത്ത് ആ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി തീർക്കുവാൻ, ആ ദൈവരാജ്യത്തിൻ്റെ പണിയിൽ, ആ ദൈവരാജ്യത്തിൻ്റെ വേലയിൽ പങ്കാളിയായി തീരുവാൻ ദൈവം ഉപയോഗിച്ച അത്ഭുതകരമായ വഴികൾ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹവും പ്രചോദനവും ആയിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കേട്ട ശേഷം മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. അത് കേൾവിക്കാർക്ക് വലിയൊരു അനുഗ്രഹവും പ്രചോദനവുമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.